ശുക്രകൗമോദകം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതേ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീദക്ഷിണാമൂർത്തയേ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇന്ന് നാരായണീയം ദശകം 15 പ്രവേശിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദശകം 14 ദശകത്തിൽ കപിലന്റെ കപിലവാസുദേവനായിട്ട് ഭഗവാന്റെ അവതാരം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് കപിലസ്ത്വം വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ. അമ്മയായ ദേവഹൂതിക്ക് തൻ്റെ ആ കപില മതമുണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് ഉപദേശിച്ചിട്ട് പോയി എന്ന് പറയാണ്. ഉപാദിശൻ ജനന്യൈ കപിലാത്മക. അങ്ങനെയുള്ള ആ കപില സ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പ. ഈ ദശകം 15 ആ കപിലൻ കൊടുത്ത ഉപദേശമാണ്. ഇതാണ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ കാപിലം എന്ന് പറയുന്ന തൃതീയ സ്കന്ധം 25-ാം അധ്യായം തൊട്ട് 33-ാം അധ്യായം വരെ, അതായത് വളരെ ദീർഘമായിട്ട് 9 അധ്യായത്തിൽ കൂടി പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശ സാരം ഇവിടെ ഭട്ടതിരി 10 ശ്ലോകങ്ങളിലായിട്ട് പറയണം. 9 ശ്ലോകങ്ങളിലായിട്ട്, അതായത് ഒരു അധ്യായം ഒരു ശ്ലോകമായിട്ട് പറയും. എന്നാൽ അറിയാമല്ലോ, അത് വളരെ ചുരുക്കി പറയുകയാണ്. അതുകൊണ്ട് കാവിലത്തെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ ഭാഗവതം വായിച്ചാൽ മതി. തൃതീയ സ്കന്ധം 25-ാം അധ്യായം തൊട്ട് 33-ാം അധ്യായം വരെ 9 അധ്യായത്തിൽ വളരെ വിശദമായിട്ട് തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഗ്രഹമാണ് കപിലോപദേശമായിട്ട് ദശകം 15 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ശ്ലോകം: മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷസക്താതു അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ കപിലതനുരുദിത്വം ദേവഹൂത്യൈനഗാദി. മതിരിഹ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്താതു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം ഭക്തിയോഹ തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ മഹദനുഗമലഭ്യാ ഭക്തി ഏവേ അത്ര ഭക്തിരേവേത്ര സാധ്യ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ നഗാദി. എന്നാണ് ശ്ലോകം. മതി എന്ന് വെച്ചാൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്. നമ്മുടെ മനസ്സുണ്ടല്ലോ. ഇവിടെ മതിരിഹ ഗുണസക്ത ബന്ധകൃത്. അന്നേരം ഗുണമെന്ന് പറയുന്നത് വിഷയഗുണങ്ങളാണ്. നമ്മുടെ മനസ്സെപ്പോഴും വിഷയങ്ങളുടെ പുറവെയല്ലേ, ഓരോ വിഷയവും അതിൻ്റെ ഗുണങ്ങളും അല്ലേ. ഒരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മണം, അതിൻ്റെ അതാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. ആ വിഷയം പൂ, അതിൻ്റെ ഗുണം, നമ്മൾ അതിൽ ഭ്രമിക്കും. അതാണ് ഇവിടെ പറയുന്നത്. മതിരിക ഗുണസക്ത ബന്ധകൃത്. അത് ബന്ധിപ്പിക്കും. നമ്മുടെ ഈ കർമ്മവാസന നമ്മളിൽ ഉണ്ടാകും. അതാണല്ലോ ബന്ധനം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കർമ്മവാസനകൾ ഉണ്ടാകും. അതനുസരിച്ചുള്ള കർമ്മം ചെയ്ത് കർമ്മവാസനകളിൽ മൂലം നമ്മൾ ബന്ധിക്കപ്പെടും. ഈ ബന്ധം കൊണ്ടാണ് നമുക്ക് വീണ്ടും ജനനം പുനർജന്മമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വിഷയ ഗുണമാണ് അതിലുള്ള ശക്തി എന്ന് വെച്ചാൽ ചേർച്ച. വിഷയഗുണങ്ങളിലുള്ള ചേർച്ചയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ബന്ധനവും മോക്ഷവും. ഈ ബന്ധനം ഉള്ളിടത്തോളം കാലം മോക്ഷം നടക്കില്ല. അതായത് ഇവിടെ തന്നെ ഇങ്ങനെ പുനരഭിജനനം പുനരഭിമരണം എന്നും പറഞ്ഞ് കിടക്കേണ്ടി വരും. ആ ബന്ധനത്തിൽ പെട്ട് കിടക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിഷയഗുണത്തിൽ നമ്മൾ ശക്തി ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് വിഷയഗുണത്തിൽ ശക്തി ഉണ്ടാകുന്നത് കൊണ്ടാണ് ബന്ധകൃത്. ആ ഒരു ശക്തി, ആ ഒരു ചേർച്ച ബന്ധകൃത് എന്ന് വെച്ചാൽ ബന്ധം ഉണ്ടാക്കുന്നതാണ്. അതാണ് ആദ്യം പറയുന്നത് കപിലൻ ദേവഹൂതിയോട്. മതിരിക ഗുണസക്ത ബന്ധകൃത് തേഷു അസക്ത. തേഷു എന്ന് വെച്ചാൽ ആ വിഷയഗുണങ്ങളിൽ ചേർച്ച ഇല്ലാതായാൽ,
അന്നേരം വിഷയങ്ങളുടെ നടുക്കാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളിൽ നമുക്ക് ഒട്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബന്ധിതരാകും. അതിൽ ഒട്ടൽ വരാതിരുന്നാൽ എന്താണ്? തേഷു അസക്താതു അമൃതകൃത്. അമൃതകൃതം എന്ന് പറഞ്ഞാൽ അമൃതം മോക്ഷമാണ്. അതായത് ജനന മരണാദികളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആനന്ദാവസ്ഥ, നിരതിശയമായ ആനന്ദത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ വിഷയങ്ങൾ തരുന്ന സുഖം എന്ന് പറയുന്നത് നിസ്സാരമായ സുഖങ്ങളാണ്, തുച്ഛങ്ങളായ സുഖങ്ങൾ. പക്ഷെ ആ വിഷയത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാവാമെങ്കിൽ എന്താണ് പ്രയോജനം? അമൃതകൃത്. ആ ഒരു ചേർച്ച ഇല്ലായ്മ, അസക്തി, അതാണ് അസക്തി എന്ന് പറയുന്നത്. അതിനോട് ഒരൊട്ടലില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് അമൃതകൃതം എന്ന് പറയും. അതായത് വിഷയഭ്രമം മാറണം എന്നാണ് ആദ്യമായിട്ട് തന്നെ കപിലം മുനി അമ്മയോട് പറയുന്നത്. അതാണ് മതിരിക ഗുണസക്താബന്ധകൃത് തേഷു എന്ന് വെച്ചാൽ അവയിൽ, ആ വിഷയഗുണത്തിൽ അസക്ത ചേർത്ത ഇല്ലായ്മ ആയിക്കഴിഞ്ഞാൽ അത് അമൃതകൃത്, അമൃതാനുഭവം ഉണ്ടാക്കുന്നതാണ്, മോക്ഷാനുഭവം ഉണ്ടാക്കുന്നതാണ്. ഭക്തിയോഗസ്തു ശക്തി ഉപരുന്ധേ ഭക്തിയോഗസ്തു ശക്തി. അന്നേരം എങ്ങനെ ഈ ശക്തി നമുക്ക് ഇല്ലാതാക്കാം? കാരണം നമ്മൾ വിഷയങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ ഈ വിഷയങ്ങളിലുമായിട്ടുള്ള ഒട്ടൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചോദിച്ചാൽ, ഭക്തിയോഗ ഉപരുന്ധേ ഭക്തിയോഗസ്തു ശക്തി. ഇവിടെ ശക്തി എന്ന് പറയുന്ന വിഷയങ്ങളിലുള്ള ആ ഒരു ശക്തി, ചേർച്ച, അത് തടയും. ഉപരുന്ധേ, ഉപരുന്ധ എന്ന് വെച്ചാൽ തടയുന്നു. ഏതാണ്? ഭക്തിയോഗം. ഭക്തിയോഗമാണ് ഈ വിഷയത്തിലുള്ള ഒട്ടലിൽ നിന്ന് നമ്മളെ മാറ്റുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭഗവാനോടുള്ള ചേർച്ച, അതാണ് യോഗം. ഇവിടെ യോഗം എന്ന് തന്നെ പറയുക, ആ ഭഗവാനോടുള്ള ചേർച്ച. ഭക്തിയുടെ നിർവചനം പറയുമ്പോൾ ഭക്തിരാത്മാനുസന്ധാനം എന്നെടുത്തോളണം. അല്ലാതെ പോയി നമ്മൾ ഭഗവാനെ എപ്പോഴും തൊഴുതുകൊണ്ടിരിക്കുന്നതല്ല, ഭഗവാന്റെ ആ ആത്മാവിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കണം വിഷയങ്ങളിൽ നിന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ചേർച്ച, അതായത് ആത്മാവിലേക്കുള്ള ആ ചേർച്ച, അത് ഈ ശക്തിയെ ഉപരുന്ധേ തടയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിഷയവാസനകൾ കുറയ്ക്കണം, മോക്ഷാനുഭവം വേണ്ടവരെന്ന് അമ്മയോട് പറയുകയാണേ. മതിരിഹ ഗുണസക്താബന്ധകൃത് തേഷു അസക്താതു അസക്താതു അമൃതകൃത് തു ആകട്ടെ അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു ശക്തി. ഉപരുന്ധ എന്ന് വെച്ചാൽ തടയുന്നു. അതിന് ആ ശക്തി ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതേ ഉള്ളൂ. കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും വിഷയങ്ങളിൽ, അല്ലേ? അതിനെ നമ്മൾ തിരിച്ച് ആത്മാവിലേക്ക് കൊണ്ടുവരണം. ഭഗവത്ഗീതയൊക്കെ പറയുന്നത് യഥോ യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. അതായത് മനസ്സിങ്ങനെ വിഷയങ്ങളിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇങ്ങോട്ട് പിടിച്ച് ആത്മനീയേവാവശം, ആത്മാവിൽ തന്നെ ആക്കിക്കൊള്ളണം. അതാണ് ഭക്തി. യഥാർത്ഥത്തിലുള്ള ഭക്തി അതാണ്. കാരണം ഈ ആത്മാവിലാണ് യഥാർത്ഥ സുഖമിരിക്കുന്നത്. ആ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ സുഖം, അതായത് ഒരു നാശവുമില്ലാത്ത, നശ്വരമല്ലാത്ത ഒരു സുഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ആ സുഖത്തിലേക്ക് നമ്മൾ ആകൃഷ്ടരാകണം, വിടണം, അല്ലേ? യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ എന്ന് ഭഗവാൻ പറയാം. അവർ പിന്നെ ഒരു കാര്യവും ചെയ്യണ്ട. ഈ ആത്മാവിൽ തന്നെ രമിച്ച് ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്ന ഒരുത്തന് പിന്നെ ഒരു കാര്യവും നേടേണ്ടതായിട്ടില്ല. ഇതാണ് ഇവിടെ സൂചന കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇവിടെ ഈശ്വര ഭജനം മതി. നമ്മൾ ഗുരുവായൂരപ്പനെ തന്നെ നിരന്തരം അതിന് പറയും, നിരന്തരമായിട്ട് സ്മരിച്ചു കൊണ്ടിരുന്നാൽ നമുക്കുള്ളിലൊരു ഒരു ശീതളിമ ഉണ്ടാകും. ആ ശീതളിമ വരുമ്പോഴത്തേക്ക് ആ വിഷയഭ്രമം നമ്മളിൽ നിന്ന് അകലും. അതാണ് കപിലൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. മതിരിക ഗുണസക്താബന്ധകൃത് തേഷു അസക്താതു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ. ഈ ഭക്തി എവിടെ നിന്നുണ്ടാകും? അതായത് വിഷയാസക്തി കുറയ്ക്കാൻ ഭക്തി വേണമെന്ന് പറയും. ആ ഭക്തി എവിടെ നിന്നുണ്ടാവും എന്ന് ചോദിച്ചാൽ മഹദനുഗമലഭ്യാ ഭക്തി, മഹത്തുക്കളെ അനുഗമിക്കുന്നത് കൊണ്ട്. സത്സംഗം ഒക്കെയാണ് പറയുന്നത്. അതായത് മഹത്തുക്കൾ പോയ വഴിയെ നമ്മൾ പോണം, അതാണ് അവരെ അനുഗമിക്കുക. മഹത് അനുഗമലഭ്യ. മഹത്തുക്കൾ എന്ന് വെച്ചാൽ ഭക്തന്മാര്, ജ്ഞാനികൾ. അവർ നമുക്ക് മാർഗങ്ങൾ പറഞ്ഞു തരും. അവരുടെ മാർഗത്തിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഭക്തിയെ നമുക്ക് സാധിച്ചെടുക്കാം, ആ ഭക്തി നമുക്ക് നേടിയെടുക്കാം. അതാണ് മഹത് അനുഗമലഭ്യ ഭക്തി രേവേത്ര സാധ്യ. ആ ഭക്തിയാണ് ഇവിടെ നമുക്ക് സാധിക്കേണ്ടത്. സത്സംഗം കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ആ മഹാന്മാരുടെ പ്രവർത്തികൾ നമ്മൾ അനുകരിക്കണം, അവരുമായിട്ടുള്ള ചേർച്ച.
അതാണ് അനുഗമ ഭക്തിയ എന്ന് പറയുന്നതേ. മഹത് അനുഗമ ഭക്തിയ, മഹത്തുക്കളുമായിട്ടുള്ള ചേർച്ച കൊണ്ട് കിട്ടുന്ന ഭക്തിയാണ് ഇവിടെ സാധിച്ചെടുക്കേണ്ടത്. കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. കപിലതനുവായിരിക്കുന്ന, കപിലസ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ത്വം അങ്ങ്, ആ ഭഗവാൻ എന്ത് ചെയ്തു? ദേവഹൂത്യൈ നഗാദി, ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന് പറയുകയാണ്. പ്രകാരം പറഞ്ഞു. ഇത് ആദ്യം തന്നെ പറഞ്ഞ് നമുക്ക് ഈ മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ അമ്മേ, ഈ വിഷയങ്ങളിൽ അമ്മയ്ക്ക് താല്പര്യം കുറയ്ക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഭഗവാനിലുള്ള ഭക്തി ഉറപ്പിക്കൂ. ആ ഭക്തി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, മഹാത്മാക്കളുമായിട്ടുള്ള ചേർച്ച കൊണ്ട്, അല്ലെങ്കിൽ അവര് പോയ മാർഗത്തിൽ കൂടി അമ്മയും സഞ്ചരിച്ചോളൂ, അമ്മയ്ക്ക് ആ ഭക്തി കിട്ടും. അതാണ് ആദ്യം പറയുന്നത്. മതിരിഹ ഗുണസക്താബന്ധകൃത് തേഷു അസക്താത് അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തി മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ. ഏവാത്ര, ഇവിടെ അത് തന്നെയാണ് നേടിയെടുക്കേണ്ടത്, സാധിച്ചെടുക്കേണ്ടത് ഈ മഹാത്മാക്കളുമായിട്ടുള്ള ചേർച്ച കൊണ്ടുള്ള ഉണ്ടാകുന്ന ഭക്തി. അല്ലേ? യദ്യദാചരതി ശ്രേഷ്ഠ തതദേവേ ഇതരോചന. ശ്രേഷ്ഠന്മാരുടെ വഴിയെ തന്നെയാണ് പോകുന്നത്. അല്ലേ? ആ വഴി തന്നെ പോയാലേ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഭക്തി ഉറപ്പിച്ചു കിട്ടൂ. കപിലതനുരുതിത്വം, ഇതിന്ന് വെച്ചാൽ ഇപ്രകാരം, കപില മൂർത്തിയായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ ത്വം ഇത് ഇപ്രകാരം ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന് പറയുകയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം. ഇതിന്റെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറിച്ച് വെക്കണം, എല്ലാം നമുക്ക് അവസാനം സംശയ നിവാരണം ചെയ്യാം. മതിരിഹ ഗുണസക്താബന്ധകൃത്തേഷസക്താതു അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ. കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. ഇതൊക്കെ ഭാഗവത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുള്ളതാണ്. ഇവിടെ അത് ഓരോ അധ്യായത്തിൽ ഓരോ ശ്ലോകങ്ങൾ വെച്ച് നമുക്കൊരു സ്തുതിയായിട്ട്, സ്തോത്രമായിട്ടാണല്ലോ നാരായണീയൻ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ആ വിശദത്തോട്ടൊന്നും പോവില്ല. ഇത് വെച്ചുകൊണ്ട് അതിന്റെ സാമാന്യം പറഞ്ഞ് ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ്. നമുക്ക് നാരായണീയ പഠനത്തിൽ അതൊക്കെ മതി. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവിഹൃതവിദശാക്ഷേ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃത് അഭിദശാക്ഷി പൂരുഷ പഞ്ചവിംശ. എന്താണ് പ്രകൃതി? മഹത്, ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചോളാം. 24 തത്വം പറയുകയാണ്, തത്വങ്ങൾ. അതായത് പ്രകൃതി, മഹത്, അഹങ്കാരം. അഹങ്കാരാച്ച എന്ന് വെച്ചാൽ പ്രകൃതി, മഹത് എന്ന് വെച്ചാൽ മഹത്തത്വം, സാത്വിക പ്രാണൻ എന്നൊക്കെ പറയുന്ന മഹത്തത്വം. പ്രകൃതി, മഹത്, അഹങ്കാരം, മൂന്നെണ്ണായേ. പ്രകൃതി, മഹത്, അഹങ്കാരാശ്ച, മാത്രാശ്ച, തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് ഇവിടെ മാത്ര എന്ന് പറയുന്നത്, വിഷയത്തിന്റെ ആ ഒരു സൂക്ഷ്മഭാവം. പിന്നെ ഭൂതാനി, പഞ്ചഭൂതങ്ങൾ, അല്ലേ? പൃഥ്വ്യപ്തേജോ വായു ആകാശങ്ങൾ. അന്നേരം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നുള്ള തന്മാത്രകൾ, പിന്നെ 5 ഭൂതങ്ങൾ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഹൃത് എന്ന് പറഞ്ഞ ഇവിടെ മനസ്സും ദശാക്ഷി, പിന്നെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, നമ്മുടെ കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, അല്ലേ? മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, അങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയമുണ്ട്. പിന്നെ വാക്ക്, പാണി, വായു, വസ്തു എന്നൊക്കെയുള്ള 5 കർമ്മേന്ദ്രിയമുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത് ദശാക്ഷി. അക്ഷി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ ചേരുന്ന 24 തത്വങ്ങളെ പറയുകയാണ്. അതായത് ഈ 24 തത്വങ്ങളെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ശരിക്കും ഇതൊന്നും ഇല്ലാത്തതാണെന്നാണ് ഇവിടെ പറയേണ്ടത്. പുരുഷൻ മാത്രമാണ് ഇതിനെ ചൈതന്യവത്താക്കുന്നത്. ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഈ തത്വങ്ങൾ ഉണ്ടാകുന്നതേ. ഒരു പ്രപഞ്ചാനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനൊരു തത്വങ്ങൾ വേണ്ടേ. ഒരു എണ്ണോ 24 അല്ല, പലരും പല എണ്ണങ്ങളിൽ പറയും. നമ്മൾ ഭഗവത്ഗീതയൊക്കെ എടുക്കുമ്പം അവിടെ പലതും പറയുമല്ലോ. അതായത് പിന്നെ ഭൂമിരാപോ അനലോ വായുർക്കമ്പനോ ബുദ്ധിരേവജ അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത. അവിടെ ഈ അപരാപ്രകൃതി എന്ന് പറയുന്നതാണ് ഈ തത്വങ്ങൾ. 8 തത്വങ്ങളായിട്ട് അവിടെ പറയുകയാണ്, അല്ലേ? അഷ്ടത.
അതുപോലെ തന്നെ പിന്നെ വേറെയും പറയും. പല രീതിയിൽ ഇതിന്റെ തത്വങ്ങൾ എഴുത്തച്ഛൻ പറയുമ്പോൾ 96 തത്വങ്ങളായിട്ട് പറയും. ഏതായാലും ഇത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് ഓരോ ആചാര്യന്മാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്പർ പറയും. അത് നമ്മളിവിടെ കൊടുക്കണ്ട. ഇവിടെ 24 തത്വമാണ് കാപിലത്തിലുള്ളത്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, തന്മാത്രകൾ, പിന്നെ ഭൂതാനി, പഞ്ചഭൂതാംഗങ്ങൾ, ഹൃദ് എന്ന് വെച്ചാൽ മനസ്സ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കാണും? 24 കാണും. കൂട്ടി നോക്കിയാൽ മതി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതവിദശാക്ഷി, പിന്നെ പൂരുഷ പഞ്ചവിംശ. പഞ്ചവിംശം എന്ന് വെച്ചാൽ 25 പുരുഷൻ. പുരുഷനും പ്രകൃതിയുമാണ് ഈ കാപിലത്തിൽ വരുന്നത്. 2 പ്രകൃതിയും പുരുഷനും. പക്ഷെ ഇവിടെ കാപിലത്തിൽ അതൊന്ന് 2 വരും. ഇവിടെ അദ്വൈത രീതിയിലാണ് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നതേ. ഇത് പുരുഷൻ മാത്രമല്ലേ ഉള്ളൂ യഥാർത്ഥത്തിൽ അദ്വൈതം. പക്ഷെ ഇതിൽ 2 വരും, ദ്വൈതം വരും. പ്രകൃതിയും പുരുഷനും ഉണ്ട്. പുരുഷന്റെ ചൈതന്യത്തിൽ പ്രവർത്തി രണ്ടും ശാശ്വതങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ പഠിക്കും, വേദാന്തത്തിൽ വരുമ്പോഴത്തേക്ക് വസ്തു ഒന്നേ ഉള്ളൂ. അതായത് മായയാണ് ഈ തത്വങ്ങളായിട്ട് മാറുന്നതെന്ന് പറയും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ സാങ്ക്യം പറയുന്നതേ ഭാഗവതത്തിൽ. പ്രകൃതി മഹദഹങ്കാരാശ്ച, ഇതൊക്കെ ഓരോന്നും വിശദീകരിച്ച് ഈ കാപിലത്തിൽ പറയുന്നുണ്ട്. പ്രകൃതി എന്താണ്, മഹത്തത്വം എന്താണ്, അഹങ്കാരം എന്താണ്, തന്മാത്രകൾ എന്താണ്. ഇത് നമ്മൾ സൃഷ്ടിയിൽ നാരായണീയത്തിലും പഠിച്ചു. സൃഷ്ടി തുടങ്ങുമ്പോൾ ഉള്ളത് പ്രകൃതിയുടെ നമ്മൾക്ക് മായയായിട്ട് എടുക്കാം. ഈ മായയിൽ ഈശാം സുസൃഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീമായ ഭാവായ മായാസ്വയോ എന്നവിടെ പറഞ്ഞില്ലേ. അതായത് ഭഗവാന് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു വാഞ്ചയുണ്ടായപ്പോൾ തന്നിൽ ലയിച്ചിരുന്ന, അതായത് സത്വരജതമോ ഗുണങ്ങൾ സമനിലയിൽ വർത്തിച്ചിരുന്ന ആ മായ ചുക്ഷുഭേ, അത് ചലിച്ചു. അത് ചലിക്കുമ്പോഴാണ് എന്താ വരുന്നത്? സൃഷ്ടി വരുന്നത്. അതാണ് ഇവിടെ മഹത്തത്വം പറയുന്നത്. അത് കോസ്മിക് എനർജി ആയിട്ട്, അതായത് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ഈ മായ മാറും ഭഗവാന്റെ ഈഷണം കൊണ്ട്. ഒരു അവ്യക്തം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മഹത്തത്വം. മഹത്തത്വത്തിലാണ് ഈ നാനാത്വം വരുന്നത്. എല്ലാം അതിനകത്ത് ഒതുങ്ങിയിരിക്കുക. ഈ പ്രപഞ്ച സൃഷ്ടി മൊത്തം അതിനകത്ത് ഇരിക്കുകയാണ്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ജഡവസ്തുക്കളാണ്. അതാണ് പ്രകൃതിയിൽ നിന്ന് ഇവിടെ പറയുന്ന മഹത്തത്വം. പിന്നെ അഹങ്കാരം ഉണ്ടാകും. ഇതെല്ലാം ചെയ്യുന്ന ആ ഞാനെന്ന ഭാവം. പിന്നെ തന്മാത്രകൾ. ആ സൃഷ്ടി പ്രക്രിയ ഇവിടെ നിന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയാൽ മതി നമ്മൾ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവിഹൃത വിദശാക്ഷി, പിന്നെ മനസ്സ്, പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, ദശാക്ഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് 25 പുരുഷൻ എന്നുള്ള അതാണ് ശരിക്കും ഉള്ളത്. പുരുഷൻ ഇതിനെല്ലാം ചൈതന്യവത്ത, ഈ തത്വങ്ങളെല്ലാം ചൈതന്യവത്താക്കുന്ന, ഈ തത്വങ്ങളിൽ ഇരിക്കുന്ന, നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ പറയുന്നത് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ. ആ പൊരുളിനെയാണ് നമുക്ക് പിടിക്കേണ്ടത്. ഈ തത്വം യഥാർത്ഥ വസ്തുവിനെ മറച്ചിട്ട്, അതാണല്ലോ മായയുടെ പരിപാടി. അതായത് സൃഷ്ടി തുടങ്ങുമ്പോഴേ ഒരു ആവരണം വരും. ഈ ആവരണമാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ യഥാർത്ഥ വസ്തുവിനെ മറച്ചിട്ട് പിന്നെ ഈ തത്വങ്ങൾ ഇങ്ങോട്ട് വരും. അതാണ് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ. ആ പൊരുളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് പുരുഷൻ. പിന്നെ പ്രക്രിയയിൽ കൂടി ഇതിനെല്ലാം, തത്വങ്ങളെല്ലാം മാറുമ്പോൾ ഈ പറഞ്ഞ ആ യഥാർത്ഥ സ്വരൂപം നിൽക്കും. അതാണ് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന്. നമ്മുടെ ഗുരുവിന്റെ സമീപത്ത് പോകണമെന്നുള്ളതാണ്. ഈ തത്വങ്ങളുടെ ഉള്ളിലിരിക്കുന്ന, അത് തന്നെയാണ് കാപിലവും പറയുന്നത്. ഈ തത്വങ്ങൾ പറഞ്ഞിട്ട് ആ തത്വങ്ങളെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ യഥാർത്ഥ വസ്തു തെളിയും. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃത വിദശാക്ഷി. ഭൂതാനി അപി, അതാണ് ഭൂതാന്യപി. ഭൂതാനി എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളും ഹൃദ് അഭി, ഹൃദ് വെച്ചാൽ മനസ്സ്, ഹൃത്ത്. പിന്നെ ദശാക്ഷി പൂരുഷ പഞ്ചവിംശ, 25 പുരുഷനും പറയും. ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യ. ഇതാണ് പറയാനുള്ളത്. ഈ വിഭാഗത്തെ ശരിക്കും മനസ്സിലാക്കണം. അതായത് പുരുഷനും തത്വങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നമ്മൾ ഭഗവത്ഗീതയിലെയും ക്ഷേത്രജ്ഞ വിഭാഗം ഇതായി പറയുന്നതേ. ക്ഷേത്രജ്ഞനാണ് ഈ തത്വങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജീവസ്വരൂപം. അതിനെ നമ്മൾ അറിയണം. നമ്മൾ ഇതുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഈ തത്വങ്ങളിൽ പെട്ടാണ്. നമ്മുടെ ഇപ്പോൾ ശരീരമാണ്, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണെന്നൊക്കെ പറയുമ്പോൾ അതിനോട് ചേർന്നിരിക്കുന്നു. അത് ഇങ്ങ് മാറ്റിയെടുക്കണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഈ ചൈതന്യവും ജഡവും തമ്മിൽ ഇരിക്കുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ യഥാർത്ഥ വസ്തു തെളിഞ്ഞു കിട്ടും. അതാണ് ഇതി വിദിത വിഭാഗോ. ഈ വിഭാഗത്തെപ്പറ്റി അറിയുന്നവൻ ഇപ്രകാരം
അതായത് ഈ 25ാമത്തെ പുരുഷനും ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ആ ജഡതത്വങ്ങളുമാണെന്ന് മനസ്സിലാക്കുന്ന ആൾ മുച്യതേ സൗ അസൗ, ആ പുരുഷൻ അത് മനസ്സിലാക്കുന്ന ആ ഒരു ജ്ഞാനിയുണ്ടല്ലോ, അസൗ പ്രകൃത്യാ മുച്യതേ, ഈ പ്രകൃതിയിൽ നിന്ന്, മായയുടെ പിടിയിൽ നിന്ന് അവൻ മോചിക്കപ്പെടുമെന്ന് പറയാണ്. അതായത് തത്വങ്ങളെ ഈ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള എന്നൊക്കെ പറയുന്നതിന്റെ സൂചന ഇതാണ്. ഈ തത്വങ്ങളിലാണ് നമ്മുടെ ഈ യഥാർത്ഥ വസ്തു മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത് ആ തത്വങ്ങളാണല്ലോ ഈ വിഷയ ഗുണങ്ങളായിട്ട് വരുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഈ തത്വങ്ങൾ ഏതൊക്കെയാണ് ഈ വിഷയഗുണങ്ങളായിട്ട് മാറുന്നതെന്ന് ഈ ശ്ലോകത്തിൽ കൂടി വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഇത് പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. കാരണം ഈ കാപിലൻ നമ്മൾ ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. അതിൻ്റെ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാരായണീയം മുമ്പോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞ് ഈ ദശകം നമുക്കിന്ന് തീർക്കണമല്ലോ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവിഹൃത വിദശാക്ഷേ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ, ഈ വിഭാഗത്തെപ്പറ്റി അറിയുന്ന അസൗ അവൻ ആരാണോ ഈ രണ്ടിൻ്റെയും പുരുഷനെയും പ്രകൃതിയെയും വേർതിരിച്ചറിയുന്ന, അല്ലെങ്കിൽ തത്വങ്ങളിൽ നിന്ന് പുരുഷനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്, അവൻ എന്തായും പ്രകൃത്യാ മുച്യതേ, ഈ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ മായയിൽ നിന്ന് അവൻ മോചിതനാകുന്നു. കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി, കപിലതനുവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഇപ്രകാരം അമ്മയായ ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന് പറയാ. സാമാന്യമായിട്ട് പറഞ്ഞു പോവുക. ഇത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവിഹൃത വിദശാക്ഷേ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. മുച്യതേ അസൗ, അതാണ് അസൗ എന്ന് വെച്ചാൽ അവൻ, ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന വിദിതൻ, അറിയുന്നവൻ എന്നുള്ള അറിവിദിത സൗ, അറിയുന്ന അവൻ പ്രകൃത്യാ മുച്യതേ, ആ രീതി മനസ്സിലാക്കിക്കൊള്ളണം. മൂന്നാമത്തെ ശ്ലോകം. ഇനി വീണ്ടും അതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പോവുക. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യതിതു സജതി തസ്യാം മദർവചനതത്വാലോചനൈർസാപ്യപേയാത് കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. പ്രകൃതിഗത ഗുണൗഘൈർന ആജ്യതേ പൂരുഷോയം, പുരുഷഃ അയം, അയം പുരുഷഃ, ഈ പുരുഷൻ എന്താണ്, നമ്മുടെ 25 ഉണ്ടെന്ന് പറഞ്ഞ, അല്ല 24 തത്വങ്ങളും ഈ 25ാമതായിട്ട് പുരുഷനും ഉണ്ട്. ഈ പുരുഷനും പ്രകൃതി തത്വങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പറയുകയാണ് ഇവിടെ. പ്രകൃതിഗത ഗുണൗഘൈർ, ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഓഹം ഉണ്ടല്ലോ, ആ ഒരു കൂട്ടത്തിൽ പ്രകൃതിഗത നാജ്യതേ പൂരുഷോയം, ഈ പുരുഷൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല, പുരുഷൻ അതുമായിട്ട് ചേരുന്നില്ല, രണ്ടും വേറെ വേറെ കിടക്കാണ്. എണ്ണയും വെള്ളത്തിൽ എണ്ണ ഒഴിച്ചാൽ രണ്ടും ചെറുതായിട്ട് ഇരിക്കുന്ന കണക്കാ. അതാണ് പറയുന്നത് പ്രകൃതിഗത ഗുണൗഘൈർ ന ആജ്യതേ, എന്ന് വെച്ചാൽ ചേരുന്നില്ല. ഈ പുരുഷനും പ്രകൃതിയും തമ്മിൽ ഒരിക്കലും വ്യത്യസ്തങ്ങളാണ്, ഒന്ന് ചൈതന്യവുമാണ്. ആണ് നിർത്തണേ, മ്യൂട്ട് ചെയ്യണേ എല്ലാരും. പ്രകൃതിഗത ഗുണൗഘൈർ, ഓഹം, ആ ഓഹമാണ് ഇവിടെ കൂട്ടം. ആ പ്രകൃതിയുടെ ആ സമൂഹത്തിൽ അയം പുരുഷഃ ന ആജ്യതേ, അവനൊരിക്കലും അതിനോട് ഇഴുകിപ്പിടിക്കുന്നില്ല എന്ന് പറയാണ്. അത് രണ്ടും രണ്ടാ, നമ്മളെ ഒരു തോന്നലാണ് ഈ ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുക. പക്ഷെ രണ്ടും രണ്ടായിട്ടാ, കാരണം ഒന്ന് ചൈതന്യം കൊടുക്കുന്നേ ഉള്ളൂ. ഇതേ തന്നെ ഭഗവാൻ പറയില്ലേ, യാവസംജായതേ, ഏതൊന്നും ഉണ്ടായാലും ഇത് രണ്ടിന്റെയും കൂടെ ചേർച്ച കൊണ്ടാണെന്ന് ഇവിടെ പറയും. ഈ ജഡവും ചൈതന്യവും കൊണ്ടാണ് ഏത് ചരാചരം എടുത്താലും ഉണ്ട്. അതാണ് ഇവിടെ പ്രകൃതിഗത പൂരുഷോയം യതിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ. ഇത്രയേ ഉള്ളൂ. ഈ പുരുഷൻ യതിതു സജതി തസ്യാം, അതിനോട് ചേർന്നാൽ, ഒരു ഒട്ടിപ്പിടിച്ചാൽ മാത്രമേ തദ്ഗുണാസ്തം ഭജേരൻ, തം ഭജേരൻ, തമെന്ന് വെച്ചാൽ അവൻ പുരുഷൻ. ഈ പുരുഷന് ഈ പ്രകൃതി ഗുണങ്ങളുമായിട്ട് ഒട്ടിച്ചേരൽ വരുമ്പോൾ അതുമായിട്ട് താതാത്മ്യം വരും. അവന് മാറി നിൽക്കാൻ കഴിയും. പുരുഷനായിട്ട് നിന്നാൽ മതി, പ്രകൃതിയിൽ നമ്മൾ ചേരാതെ നിൽക്കണമെന്നുള്ളതാണ്. പ്രകൃതിഗത ഗുണൗഘൈർ നാജ്യതേ പൂരുഷോയം
യതിതു സജതി തസ്യാം. യതി വെച്ചാൽ ആ പ്രകൃതിയുടെ നേർക്ക് ഒരു സംഘം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രകൃതി ഗുണം നമ്മളിൽ ബാധിക്കും. നമ്മളതുമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് വേണം. പ്രകൃതി ഗുണമായിട്ടുള്ള വിഷയഗുണങ്ങളിൽ നമ്മൾ പോയി ഒട്ടിപ്പിടിച്ചാൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. അത് വിഷയങ്ങള്, ഇന്ദ്രിയങ്ങളുണ്ട്, ഇതെല്ലാം ഗുണങ്ങളാണ് അല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് അതാത് അതിന്റെ വിഷയങ്ങളിൽ താല്പര്യമുണ്ട്. പക്ഷെ അതുമായിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരുന്നാൽ മതി അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഗുണങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ദ്രിയ ഒരു ഗുണമാണ്, അതുപോലെ തന്നെ വിഷയം ഒരു ഗുണമാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുണ്ട്. തയോർ നവശമാകച്ചേത് എന്നാണ് ഗീത പറയുന്നത്. അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടാതിരുന്നാൽ മതി. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. അതിന് വ്യവസ്ഥയുണ്ട്. ഇന്ദ്രിയത്തിന് അതിൻ്റെതായ വിഷയങ്ങളോട് ചേർച്ചയുണ്ട്. പക്ഷേ തയോർ, അതിനോട് നമ്മൾ, ആ ചേർച്ചയോട് നമ്മൾ ആകൃഷ്ടരാകാതിരിക്കണം എന്നാണ് ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നത് ഗീതയിൽ. അത് തന്നെ ഇവിടെയും. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യതിതു സജതി തസ്യാം. അങ്ങോട്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ തദ്ഗുണാസ്തംഭജേരൻ. ആ മായയുടെ ഗുണങ്ങൾ, പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം ഇയാളെ ബാധിക്കും, പുരുഷനെ. ഇല്ലേ? അത് മാറ്റാൻ എന്താണ് മാർഗം? മതനുഭജന തത്വാലോചനൈ സാപി അപേയാത്. ഈ മായ മാറാനുള്ള ഒരേ ഒരു എന്താണ് പ്രയത്നം? എന്താണ്? മതനുഭജനം. അതെന്റെ വരപ്പം കപിലൻ പറയല്ലേ, ഭഗവാന്റെ ആ ഭജനം, ഭഗവാന്റെ ഭജനവും തത്വാലോചനം. ഈ തത്വങ്ങൾ എന്താണ്? ഇതെവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് ഈ തത്വങ്ങളും ഈ പുരുഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം? ഇതുമൊക്കെ മനനം ചെയ്ത് നമ്മൾ ഇരിക്കണം. ഈ തത്വം നമ്മളല്ല, അതായത് പുരുഷൻ വേറെയാണെന്ന് ഉറക്കണം. നമ്മളൊക്കെ ഒരു സാക്ഷി ഭാവത്തിൽ ഇരുന്നോളണം. നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ പെട്ടിരിക്കുമ്പോൾ അതുമായിട്ട് താതാത്മ്യം വരരുത്. അതാണ് മത അനുഭജന. എൻ്റെ ഭജനത്തിലൂടെയും തത്വാലോചനയും, തത്വചിന്തയിൽ കൂടിയും. എന്നുവെച്ചാൽ ഈ പുരുഷനും പ്രകൃതിത്വം തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. രണ്ടും വ്യത്യസ്തങ്ങളാണ്. സാ അപി അപേയാത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മായ മാറിത്തരും. ഈ രണ്ട് കാര്യം മതി. ഒന്ന് ഭഗവാന്റെ ഭജനം, അതുപോലെ തന്നെ തത്വവിചാരം. ഇത് രണ്ടും ഉറച്ചു കഴിഞ്ഞാൽ ഈ മായ മാറിത്തരുമെന്ന് പറയാണ്. സാ അപി അപേയാത്. സാ അപി അപേയായി പ്രകൃതി ഒഴിഞ്ഞു മാറും. വേറെ ഒരു മാർഗവും ഇല്ല. അല്ലാതെ ഈ പ്രകൃതിയെ നമുക്ക് വിടാനായിട്ടൊരു മാർഗവുമില്ല. കാരണം മനസ്സ് എപ്പോഴും ഏതെങ്കിലും ഒന്നിൽ ഒട്ടിച്ചേർന്നേ നിൽക്കൂ. ആ മനസ്സ് ഭഗവാനിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വിഷയവാസന നമുക്ക് പോവും. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായത്. പക്ഷെ അത് പ്രായോഗികമാക്കാൻ പ്രശ്നമാണ് അല്ലേ? അതാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതേ. ഒരിക്കാലിരുന്നരുളുക എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭ്രമം നമ്മളിൽ നിന്ന് പോകണം. അല്ലെങ്കിൽ ഈ വിഷയഭ്രമം കൊണ്ട് ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാന രംഗമിത് എന്നൊക്കെ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കില്ലേ? ഇതാണ്. അത് ഭഗവാന്റെ ആസ്ഥാന രംഗമായിട്ട് നമ്മൾ ഈ മനസ്സിനെ മാറ്റണം. നമ്മൾ ഈ തുച്ഛങ്ങളായ ക്ഷണീയങ്ങളായ വിഷയങ്ങളിൽ നമ്മൾ മനസ്സ് നിറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്ന ബന്ധകൃതായി മാറുന്നത്. നമ്മൾ ബന്ധത്തിൽ പെട്ടുപോകും. അതിനെ എടുത്ത് ഓരോന്നായിട്ട് മാറ്റിയാൽ നമുക്ക് എന്താണ്? അമൃതകൃതാവാം. ഇതാണ് അതിന്റെ സാമാന്യ തത്വം. വിഷയഭ്രമം വിടുക. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം അയം പുരുഷ നാജ്യതേ പ്രകൃതി ഗുണൈർ. പുരുഷൻ പ്രകൃതി, അതായത് നമുക്ക്, പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ലോ. അഹമാത്മാ. ഈ ആത്മാവായിരിക്കുന്ന ഞാൻ പ്രകൃതി ഗുണങ്ങളുമായിട്ട് ഒട്ടിച്ചേരാ മതി. യതിതു സജതി തസ്യാം തദ്ഗുണാസ്തംഭജേരൻ. അതുമായിട്ട് പോയി ഒട്ടിപ്പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളും ഒക്കെ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബന്ധത്തിൽ പെട്ടുപോകും, കർമ്മവാസനയിൽ പെട്ടുപോകും. ഇതാണ് എൻ്റെ ഒരു ശാസ്ത്രീയ തത്വം. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ ന അജ്യതേ ന അജ്യതേ. ഇതാണ് പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷായം അയം പൂരുഷ യതിതു സജതി തസ്യാം. യതി എന്ന് വെച്ചെങ്കിൽ ഇതുമായിട്ട് സജതി ചേർന്നാൽ തദ്ഗുണ സ്തംഭജേരൻ. അതിന്റെ ഗുണങ്ങൾ ഇവനെ ബാധിക്കും, പുരുഷനെ ബാധിക്കും. എന്ന് വെച്ചാൽ പുരുഷനെ ബാധിക്കും. അത് ഒഴിവാക്കാൻ എന്താണെന്ന് ഓരോന്ന് പറഞ്ഞു തരും ഭഗവാൻ. മതനുഭജന തത്വാലോചനൈർ. എന്റെ ഭജനത്തിലൂടെയും തത്വചിന്തയിൽ കൂടെയും സാപി അപേയാത്. അത് പോയി കിട്ടും.
അല്ല ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. നമുക്കിപ്പം വിഷയങ്ങൾ ഉപയോഗിക്കാതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് മാറത്തില്ല. കുറേ നാളത്തേക്ക് മാറും. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രബലമായിട്ടിരിക്കുന്ന ഒരു വിഷയം നമ്മൾ അതിനുമായിട്ട് കഴിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ മാംസാഹാരം കഴിക്കുന്ന ഒരാൾ സസ്യാഹാരം മാത്രം കഴിച്ച് നമ്മൾ വ്രതം എടുക്കുമ്പോൾ ആ വിഷയങ്ങൾ മാറിത്തരും കുറച്ച് നാളത്തേക്ക്. പക്ഷേ അതിൻ്റെ ഒരു കാമന നമ്മുടെ ഉള്ളിൽ കിടക്കും. അത് മാറണമെങ്കിൽ ഈ പറഞ്ഞ പരമാത്മജ്ഞാനം കൊണ്ടേ പറ്റൂ. ഭഗവാൻ ഗീതയിൽ അത് പറയും ഇല്ലേ? വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന. വിഷയങ്ങൾ അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മാറിത്തരും, വിനിവർത്തന്തേ. പക്ഷേ രസവർജം ആയിട്ടുള്ള രസം കിടക്കും. രസം എന്ന് പറഞ്ഞാൽ അതിന്റെ കാമന നമ്മളിൽ നിന്ന് മാറത്തില്ല. രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ആ കാമനയും കൂടെ പോകണമെങ്കിൽ ഈ പരമാത്മജ്ഞാനം വേണ്ടിവരും. അത് തന്നെയാണ് ഇവിടെ കപിലനും പറയുന്നത്. വിഷയങ്ങളിൽ നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. വിഷയങ്ങൾ മാറി എന്ന് കഴിഞ്ഞാൽ തൽക്കാലം വിഷയങ്ങൾ മാറിത്തരും. പക്ഷെ അതിന്റെ ആ ഒരു അനുഭവിക്കാനുള്ള വാസന നമ്മളിൽ തന്നെ നിൽക്കും. അതിന് ഈ പറഞ്ഞ കണക്ക് തത്വാലോചനം വേണം. ഇതൊക്കെ നമ്മളെ വെറുതെ ആരോപിക്കുന്നതാണ്. നീ യഥാർത്ഥത്തിൽ ആ ആത്മസ്വരൂപനായ പുരുഷൻ തന്നെയാണ്. ഇതൊക്കെ പിന്നിൽ ആരോപിതമാണ്. അതാണ് അത്യാസം എന്നൊക്കെ വേദാന്തത്തിൽ പറയുന്നത്. ഇതൊക്കെ വെറും അത്യാസങ്ങളാണ് എന്ന് ഉറയ്ക്കണം ഈ തത്വാലോചന കൊണ്ട്. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി നമനോബുദ്ധിർന ചിത്തം ബഭൂ എന്നൊക്കെ പറയത്തില്ലേ? നീ ബ്രഹ്മം തന്നെയാണ് കുഞ്ഞെ. ഈ പറഞ്ഞ മനസ്സോ ഇന്ദ്രിಯವോ ശരീരമോ ഒന്നും നീയല്ല. ഇങ്ങനെ നിരന്തരം നമ്മൾ ആ തത്വാലോചന നടത്തി കഴിഞ്ഞാൽ സാപ്യപേയാത്, ഈ പ്രകൃതി നമ്മളിൽ നിന്ന് മാറിത്തരുമെന്ന് പറയാം കപിലൻ. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യതിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ. ഭജേരൻ എന്ന് വെച്ചാൽ ബാധിക്കും, അതിനെ കയറി പിടിക്കും. ഈ ഗുണങ്ങള്, പ്രകൃതി ഗുണങ്ങള് ഈ പുരുഷനിൽ പിടിക്കും. അതാണ് തം ഭജേരൻ എന്ന് പറയുന്ന. മതനുഭജന തത്വാലോചനൈർ സാ അപി. സാ എന്ന് വെച്ചാൽ അവൾ, പ്രകൃതി, അവളും അപേയാത് മാറിത്തരും. കപിലധനു ദേവ ഈ പ്രകാരം കപിലസ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ അമ്മയായ ദേവഭൂതിയും. മനസ്സിലാകുന്നില്ലേ? സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചോ. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യതിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈർ സാപ്യപേയാത് കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാതി. 4-ാമത്തെ ശ്ലോകം. ഇനി എങ്ങനെയൊക്കെയുള്ള ഈശ്വര ഭജനമാണ് വേണ്ടത്? പല മാർഗങ്ങളുണ്ടല്ലോ ഈശ്വര ഭജനത്തിന്. അതൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാം വിശദമാക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു സൂചന മാത്രം നമുക്ക് കിട്ടും. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാതി. വിമലമതിരുപാത്തൈരാസനാദ്യൈർ, വിമലമതിർ ഉപാത്തൈഃ ആസനാദ്യൈർ മദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം. നമ്മൾ പഠിച്ച ആദ്യത്തെ ഉണ്ടല്ലോ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരങ്ങളൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു. ഇത് നമ്മുടെ ഒരു ദശകത്തിലുണ്ട്. വിശദമായിട്ട് നമ്മൾ പഠിച്ചത് ആ ഒരു ദശകം മൊത്തം അതാണ് അഷ്ടാംഗ യോഗം. അതാണ്. അതിൽ കൂടെ നമുക്ക് മനഃശുദ്ധി വരുത്തണം. ഈ യമനിയമാസന പ്രാണായാമമൊക്കെ എന്തിനാണ്? മനഃശുദ്ധിയാണ്. ആ മനഃശുദ്ധിയാണ് വിമലമതി. ആ വിമലത വെച്ചാൽ പരിശുദ്ധമായ മനസ്സോടുകൂടി. എങ്ങനെ? ഉപാത്തൈരാസനാദ്യൈർ, ആസനം മുതലായ, അതായത് യമനിയം, ആസന, പ്രാണായാമ, പ്രത്യാഹാരമൊക്കെ അത് നമ്മൾ ആദേശം നോക്കിയാൽ മതി. ഒരൊന്നും അഷ്ടാംഗം പറയും. അത് അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വിമലമതിയായിരിക്കണം. വിമലം എന്ന് വെച്ചാൽ പരിശുദ്ധ ബുദ്ധി ആയിരിക്കണം. നിർമ്മല ബുദ്ധിയായിട്ടുള്ളവനെ ഈ തത്വം പിടിയിട്ടു, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. ഇല്ലേ? പറഞ്ഞില്ലേ, അകൃതാത്മാവിനൊരിക്കലും ഇത് പിടികിട്ടത്തില്ല. യഥന്തോപ്പി പ്രകടിച്ചാലും അകൃതാത്മാക്കൾക്ക് ഇത് പിടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മനഃശുദ്ധി ഇല്ലാത്തവന് ഇതിന്റെ തത്വം പിടിയിട്ടത്തില്ല. അതാണ് വിമലമതി. ഉപാത്തൈരാസനാദ്യൈർ, ആസനം മുതലായിട്ടുള്ള ആസനാദ്യൈർ, യമനീയമാസന, പ്രാണായാമ, പ്രത്യാഹാരം കുറെ ഉണ്ട്. അതെല്ലാം ശീലിച്ച്, അതാണ് യമനീയ വിമലമതിർ ഉപാത്തൈർ. ഉപാത്ത എന്ന് വെച്ചാൽ സ്വീകരിക്കപ്പെട്ട് ഈ പറഞ്ഞ മാർഗങ്ങൾ അഷ്ടാംഗയോഗത്തിൽ കൂടി മദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധംഗം. ആ ഭഗവാന്റെ ആ രൂപം നമ്മൾക്ക് ധ്യാനം വരുന്നില്ലേ? ആദ്യം ആ ഭഗവാന്റെ ആ രൂപത്തിന്റെ ഒരു ധാരണ, നമ്മുടെ ഉറപ്പിക്കൽ മനസ്സിൽ നടന്നിട്ട് പിന്നെ അതിനെ ധ്യാനിക്കണം. അതാണ് നിരന്തരമായിട്ട് നമുക്ക് വേണ്ടത്. അതിനാണ് ഗുരുവായൂരപ്പൻ ഇത്രയും മനോഹരമായ രൂപമൊക്കെ തന്നിരിക്കുന്നതേ. അതിനെ നമ്മുടെ മനസ്സിൽ നിർത്തണം.
ആ നിർത്തിയിട്ട് പിന്നെ അതിങ്ങനെ തൈലധാരാ വഴി ആ ധ്യാനം നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഭഗവാന്റെ എപ്പോഴും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് വിമലമതിരൂപാത്തൈരാസനാദ്യൈർ, ആസനം മുതലായിട്ട് മതംഗം, എൻ്റെ ശരീരം, ആ ഒരു സാകാര ഭാവം പറയുകയാണേ. ഗരുഡ സമതിരൂഢം, ഭഗവാന്റെ രൂപം ഉണ്ടല്ലോ ഗരുഡനിന്റെ പുറത്തിരിക്കുന്ന, അത് നമുക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു രൂപം. ഭാഗവത്തിലെ മനോഹരമായ വർണ്ണനയാണ് ഈ ഇതിൽ കാപിലത്തിലുള്ളത്. ആ ഭഗവാന്റെ എങ്ങനെയുള്ള ആ രൂപം നമ്മൾ ധ്യാനിക്കുന്നതൊക്കെ പറഞ്ഞാൽ കുറെ ഉണ്ട് പറയാൻ, പക്ഷെ നല്ല വർണ്ണനയാണ്. ഇവിടെ ഭട്ടതിരി വളരെ ചുരുക്കി പറയാണ്, ഗരുഡ സമതിരൂഢം, ഭഗവാന്റെ ആ ഗരുഡന്റെ പുറത്തുള്ള ആരോഹണം ചെയ്തിരിക്കുന്ന ആ ശരീരം, ദിവ്യഭൂഷായുധാംഗം, ദിവ്യ ഭൂഷ ആയുധം ഒക്കെ ഉണ്ടല്ലോ, താമര ചക്രം പലതും ഒക്കെ ഉണ്ട്. അതെല്ലാം ഭഗവാൻ ധരിച്ച് ഇരിക്കുന്ന രുചിതുലിത തമാലം. തമാലം എന്ന് വെച്ചാൽ പച്ചില മരം, ഭഗവാന്റെ നിറം അതല്ലേ, നല്ല നീലവർണ്ണം, അതാണ് രുചി, ഭംഗി. തുലിത തമാലം, തമാലത്തിന്റെ ശോഭയുള്ള ആ ഒരു രൂപം, ഇത്രയത്തിലങ്ങ് ഒതുക്കി. മറ്റേത് നല്ല വർണ്ണനയാട്ടോ. അതുപോലെ ഈ ഗരുഡന്റെ പുറത്തേറി ആ ഒരു തമാല വർണ്ണത്തോടുകൂടി പലവിധ ആയുധങ്ങളും ആഭരണങ്ങളും ഒക്കെ ആ അണിഞ്ഞിരിക്കുന്ന ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറയുകയാണ്. അതാണ് ഈ ധ്യാനം. വിമലമതിരൂപാത്തൈർ, അതിന് മനഃശുദ്ധി വേണം, വിമലമതിയാകണം. വിമലശുദ്ധി വേണം, എന്ത് വേണം? ഈ പറഞ്ഞ അഷ്ടാംഗയോഗം സ്വീകരിക്കണം, അല്ലേ, ആസനം മുതലായിട്ടുള്ള അതൊക്കെ ചെയ്ത് മനഃശുദ്ധി വന്നിട്ട് ആ ഭഗവാന്റെ ഈ സാകാര രൂപം മനസ്സിൽ ധരിച്ചിട്ട് അതിനെ ധ്യാനിക്കണമെന്നാണ് ഈ പറയുന്നത്. വിമലമതിരൂപാത്തൈരാസനാദ്യൈർ മതംഗം, മതംഗം വെച്ചാൽ എൻ്റെ അംഗം, എൻ്റെ ശരീരം. ഗരുഡസമതിരൂഢം, ഗരുഡനിൽ ആരോഹണം ചെയ്തിരിക്കുന്ന ദിവ്യഭൂഷായുധാംഗം, ദിവ്യങ്ങളായ ഭൂഷകളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ധരിച്ചതും, രുചി തുലിത തമാലം, തുലിതം എന്ന് വെച്ചാൽ യോജിച്ച രുചി, ഭംഗി, ആ തമാലത്തിന്റെ ഭംഗിയോട് യോജിച്ച മതംഗം, എൻ്റെ ശരീരം. ശീലയേത്, ശീലയെന്ന് വെച്ചാൽ ധ്യാനിക്കണമെന്നാണ്. ശീലയേത്, ഇതെങ്ങനെ ധരിച്ച് ധ്യാനിക്കണം. അനുവേലം, അനുവേലം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും വല്ലപ്പോഴും ധ്യാനിച്ചാൽ പോരാ, സകല സമയവും ഭഗവത് രൂപം നമ്മുടെ മനസ്സിൽ നിൽക്കണം. അതാണ് അനുവേലം എന്ന് പറയുന്നത്, അല്ലേ. അനുവേലം എപ്പോഴും പഠിച്ചിട്ടുള്ള വാക്കാണല്ലോ. അഴിവീചികൾ അനുവേലം വെണ്ണുരകളാൽ എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് എപ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് ഭഗവത് ധ്യാനം നടന്നുകൊണ്ടിരിക്കണം. വിമലമതിരൂപാത്തൈരാസനാദ്യൈർ മതംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതതമാലം ശീലയേത് അനുവേല, അനുവേലം ശീലയേത്, എല്ലായ്പ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. കപിലതനുരുതിത്വം ദേവഹൂത്യൈ. അമ്മ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അമ്മയ്ക്ക് മോശം വേണമെന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞ, എന്റെ മാർഗമല്ലേ ചോദിക്കുന്നത്, അത് ഞാൻ പറഞ്ഞു തരിക. ഇതുപോലെ ഭഗവത് സ്വരൂപം, സാകാര രൂപം അമ്മ എപ്പോഴും മനസ്സിൽ, അമ്മയുടെ മനസ്സിൽ അതുണ്ട്. നമുക്ക് വേണ്ടിയല്ലേ ഇത്. ദേവഭൂതിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദേവഭൂതി ഇതെല്ലാം മനസ്സിലാക്കിയവരാ. പിന്നെ ദേവഭൂതിയിൽ കൂടി നമുക്ക് ഈ ഉപദേശം തരികയാണ്. നമുക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ഈ കാവില ഉപദേശിക്കുന്നത്. ഇതുപോലൊക്കെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ എന്താണ്, ഈ സംസാര ബന്ധത്തിൽ നിന്നൊക്കെ മാറാൻ പറ്റും. അതുകൊണ്ട് കാവിലം നമുക്ക് വേണ്ടിയാ, ദേവഭൂതിക്ക് വേണ്ടിയല്ല. അത് മനസ്സിലാക്കി നമ്മളിത് പഠിക്കുക. വിമലമതിരുപാത്തൈരാസനാദ്യൈർമതംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുതിത്വം ദേവഹൂത്തിരി. പ്രകാരം ദേവഹൂത്യൈ നഗാതി, ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന് പറയാണ്. ഇനി അഞ്ചാമത് ആ ഭഗവാന്റെ ആ ഒരു ധ്യാനം നടന്നു. സാകാര രൂപം അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ മനസ്സിൽ ആ ഭഗവത് സ്വരൂപം കൊണ്ടുവരാൻ വലിയ പാടുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നിരന്തരമായിട്ട് ധ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മമ ഗുണഗണലീലാകർണനൈർ കീർത്തനാദ്യൈ മയി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രൈ കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി മമ ഗുണഗണലീലാകർണനൈർ. ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മമ ഗുണഗണലീലാകർണനൈ. എന്നിട്ട് എങ്ങനെയാണ് ഈ ഭക്തി ഭഗവാനിൽ ഉറയ്ക്കണമെന്ന് പറയാണ്.
ഭഗവാൻ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാഗവതമൊക്കെ വെച്ച് വായിച്ച ഭഗവാന്റെ എന്തെല്ലാം ഗുണങ്ങളാണ്. ഭഗവാൻ ചെയ്ത പ്രവർത്തികളുണ്ട്, ഭഗവാന്റെ പല പല സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്. ഇതെല്ലാം ഗുണങ്ങളാണ്. ആ ഗണങ്ങളും ഗുണഗണങ്ങളും പിന്നെ ഭഗവാൻ ചെയ്ത ഭഗവത് ലീലകളുണ്ടല്ലോ. ഇതെല്ലാം ലീലകളാണ് ഭഗവാൻ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം അവതാരങ്ങളിൽ കൂടി ഭഗവത് ലീല നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം കേൾക്കണം. അതാണ് ശ്രവണം, അല്ലേ? അതാണ് ആകർമ്മനം. ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും എല്ലാം ഇങ്ങനെ ആരെങ്കിലും പറയുന്ന ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്ന കേട്ട് നമുക്ക് ആ ഭഗവാനൊരു താല്പര്യം ഉണ്ടാകണം ആദ്യം. അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ശ്രവണമാണ് ആദ്യം ഇവിടെ പറയുന്നത്. മമ ഗുണഗണലീലാകർണനൈർ കീർത്തനാദ്യൈ. അത് കഴിഞ്ഞ് പിന്നെ കീർത്തനം തുടങ്ങിയത് പറയുകയാണ്, അല്ലേ? കീർത്തനം നവതാഭക്തി പ്രഹ്ലാദൻ പറയുന്നില്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് 9 എണ്ണം പറയുന്നത്. ഈ 9 എണ്ണത്തിൽ കൂടി നമ്മൾ ആ ഭഗവാന്റെ ആ ഭക്തി നമുക്ക് ഉറപ്പിക്കാം. ഏതാണ് ശ്രവണം. ആദ്യം ഈ പറഞ്ഞ ഭഗവത് ലീലകളെ പറ്റിയൊക്കെ ഭാഗവതത്തെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നതൊക്കെ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് കീർത്തനം. നമ്മളത് മറ്റുള്ളവരോട് പറയണം. നമ്മളിങ്ങനെ കീർത്തിക്കുമ്പോൾ മറ്റുള്ളവരും കേൾക്കുമല്ലോ. അതുകൊണ്ടാണ് കീർത്തനം പറയുന്നത്. ആദ്യം ശ്രവണം, പിന്നെ അത് കഴിഞ്ഞ് കീർത്തനം. നമ്മൾ തന്നെ കീർത്തിക്കുമ്പോൾ ആ ഭഗവത് മാഹാത്മ്യം നമ്മളിൽ ഉറയ്ക്കും. പിന്നെ വിഷ്ണു സ്മരണം. അങ്ങനെ ആ കീർത്തനം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ വിഷ്ണുവിൻ്റെ സ്മരണം, ആ ഓർമ്മ നമുക്ക് മനസ്സിൽ നിൽക്കാൻ തുടങ്ങും. പിന്നെ സകല സമയവും ഭഗവാന്റെ ആ രൂപവും ഭഗവാന്റെ ലീലകളും ആ ഭഗവത് തത്വങ്ങളും ഒക്കെ നമുക്കിങ്ങനെ ഓർക്കാം. അത് കഴിയുമ്പോൾ പിന്നെ പാദസേവനം. പിന്നെ ഭഗവാൻ നമുക്കൊന്ന് പോയി സേവിക്കണമെന്നൊക്കെ തോന്നും. ഭഗവാന്റെ രൂപത്തിലും ഒക്കെയുള്ള ആ ഒരു ഭഗവത് ശുശ്രൂഷയൊക്കെ തോന്നും. പിന്നെ അർച്ചനം, വന്ദനം, ദാസ്യം ഒക്കെ ഉണ്ട്. അത് അങ്ങനെ ഓരോ ഭാവങ്ങളിലേക്ക് അങ്ങ് പോവാം. ദാസ്യം കഴിഞ്ഞിട്ടാണ് പിന്നെ സഖ്യം. പിന്നെ ഭഗവാനുമായിട്ട് നമുക്കങ്ങ് സഖ്യഭാവമായി പോകും. പിന്നെ എന്തും പറയാം, അല്ലേ? സഖേരി മത്വാ പ്രസവം യദുക്തം എന്നൊക്കെ അർജുനൻ പറയത്തില്ലേ? സഖാവായിട്ടാണ് പിന്നെ ഉള്ള പ്രവർത്തികൾ. പിന്നെ ആത്മനിവേദനം. അവസാനം എന്താണ്? തന്നെ തന്നെ അങ്ങ് ഭഗവാന് സമർപ്പിക്കണം. അവിടാണ് കൊണ്ട് എത്തേണ്ടത്. പരിപൂർണ ഭക്തി വരുന്ന അപ്പോഴാണ്. ഭഗവാനിലുള്ള പൂർണ്ണ സമർപ്പണം, പ്രപത്തി അതുവരെ കൊണ്ടുപോകും ഈ എന്താണ് ശ്രവണം, പിന്നെ കീർത്തനം. അതാണ് ഇവിടെ പറയുന്നത്. മമ ഗുണഗണലീലാകർണനൈർ കീർത്തനാദ്യൈ. കീർത്തനം മുതലായിട്ട് ഈ പറഞ്ഞ നവതാഭക്തി പറയാണ്. മൈ സുരസരിതോഘ പ്രഖ്യ ചിത്താനുവൃത്തി. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്നിൽ, മൈ എന്ന് വെച്ചാൽ എന്നിൽ, സുരസരിത്, സ്വർഗംഗ. സുരസരിത് എന്ന് വെച്ചാൽ ഗംഗ, ഗംഗാപ്രവാഹം. ഓഖം എന്ന് വെച്ചാൽ ഇവിടെ പ്രവാഹം എന്നാണ്. ആ ഗംഗാപ്രവാഹം, ആ പരിശുദ്ധമല്ലേ? നമ്മളൊക്കെ ഗംഗാ നദിയിലൊക്കെ ഒന്ന് പോയി മുങ്ങാനൊക്കെ എന്തൊരാഗ്രഹമാണ്. അതെന്താ പരിശുദ്ധം. പിന്നെ അത് സമുദ്രത്തിലേക്ക് പോയി ചേരുവല്ലേ. അതാണ് സുരസരിതോക പ്രഖ്യ ചിത്താനുവൃത്തി. ആ സമുദ്രത്തിലേക്ക് ഗംഗാനദി പോകുന്ന കണക്ക് ഈ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധമായ മനസ്സെന്ന് കാണിക്കാനാണ് ആ സ്വർഗംഗ പ്രവഹിക്കുന്നത് പോലെ, സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അണയുമെന്ന് പറയുകയാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നവതാഭക്തി കൊണ്ട്. മമ ഗുണഗണലീലാകർണനൈർ കീർത്തനാദ്യൈ മൈ എന്നിൽ സുരസരിതോഘ പ്രഖ്യ ചിത്താനുവൃത്തി. പ്രഖ്യ എന്ന് വെച്ചാൽ പ്രസിദ്ധമായ ആ പറഞ്ഞ ആ ഭക്തി ഉണ്ടല്ലോ, അത്രയും വിമലമായിരിക്കുന്ന ആ ഭക്തി ഉണ്ടാകും. ഭവതി, ഭവതി എന്ന് വെച്ചാൽ ഭവിക്കുന്നു. പരമഭക്തി, അതാണ് പരമഭക്തി. ഗംഗാപ്രവാഹം പോലെയുള്ള ആ ഭഗവത് ിലുള്ള ആ ഒരു നിരന്തരമായ ഇതാണ് പ്രവാഹം. അതാണ് ഭക്തി, പരമഭക്തി. ആ ഭക്തി സാഹി, സാന്ന് വെച്ചാൽ ആ ഭക്തി തന്നെ, ഹി തന്നെ, മൃത്യോർ വിജേത്രി. അതാണ് മരണഭയത്തെ ഇല്ലാതാക്കുന്നത്. മരണഭയമാണല്ലോ പ്രശ്നം. അതായത് മരണമെന്നോട് ഉദ്ദേശിക്കുന്നത് ആ ദുഃഖത്തിന്റെ പരമകാഷ്ട. ആ മരണോ വിജേത്രി, മരണവും ചരണവും എല്ലാം അത് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ മോക്ഷം, സംസാര ദുഃഖത്തിൽ നിന്നുള്ള ആ മോചനം. അതാണ് മൃത്യോർ വിജേത്രി. മൃത്യുവിനെ വിജയത്തിൽ നിന്ന് നമ്മൾ ജയിക്കുന്നു. മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു ഈ പറഞ്ഞ ഭക്തി കൊണ്ട്. അതുണ്ടാവാനുള്ള മാർഗമാണ് ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ കീർത്തിക്കുക,
അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു സ്മരണം ഒക്കെ കൊണ്ട് അത് നമ്മുടെ മനസ്സിൽ നിരന്തരമായ ഭക്തി ഉറയ്ക്കും. സുരസരിതോക പ്രഖ്യ ചിത്താനുവൃത്തി, ആ ചിത്തവൃത്തി അങ്ങനെ ആ ഭഗവാനിലേക്കുള്ള ഒഴുക്കായിട്ട് അങ്ങ് മാറും. വേറെ ഒന്നിലേക്കും എങ്ങനെ പോകുമ്പം വേറെ ഒന്നിനെ ഇല്ലേ, എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അങ്ങ് പോവല്ലേ. അതുപോലെയാണ് ഈ ഭഗവാനിലേക്ക് മറ്റു വിഷയഭ്രമമൊന്നുമില്ലാതെ നമ്മുടെ മനസ്സ് ആകൃഷ്ടമാകുന്നതെന്ന് പറയുകയാണ്. ആ ഒരു ഭക്തിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അതാണ് എഴുത്തച്ഛനൊക്കെ പറയുന്നത്, ഏകാന്ത ഭക്തിയകമേ വരുന്ന പൈകുന്നത് എന്ത് എന്നുള്ള പ്രാർത്ഥന ഉണ്ടില്ലേ. ആ ഏകാന്ത ഭക്തിയാണ് ഇവിടെ പറയുന്നത്. വേറെ 100% ഏതാണ് ഏകാന്ത ഭക്തി. അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത്. ആ ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ് വേണ്ടത് അല്ലേ. അതിന് വിഷയഭ്രമമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. മൈസുരസരിതോക പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി. ഈ ഭക്തി കൊണ്ട് ഭവതി ഭവിക്കുന്നു. അതാണ് പരമഭക്തി. ഏറ്റവും പരമഭക്തി അതാണ്. സാഹി മൃത്യോർ വിജയത്രി. ആ പരമഭക്തി തന്നെ സാന്ന് വെച്ചാൽ അത് തന്നെ എന്താണ്, മൃത്യുവിനെ വിജയിക്കുന്നതാണ്. കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി. അമ്മയോട് പ്രകാരം പറഞ്ഞു എന്ന് പറയാണ്. ആര്? ഈ കപിലതനുവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ. മമ ഗുണഗണലീലാകർണനൈർ കീർത്തനാദ്യൈ മയി സുരസരിതോക പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി. സാഹി മൃത്യോർ വിജേത്രി. സാഹി അത് തന്നെ, അവൾ തന്നെ. മൃത്യോർ വിജേത്രി, മരണത്തെ വിജയിക്കുന്നവൾ. കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാദീം. ആ ഇനി എന്തുകൊണ്ട് നമുക്കിതൊക്കെ പറ്റുന്നില്ലെന്നുള്ളത് വീണ്ടും പറഞ്ഞു തരിക. ഇങ്ങനെയുള്ളൊരു ഭഗവാനിലോട്ട് ഭക്തി ഉറച്ചു കഴിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ അതിന് നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ? അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈർ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഗൃഹസക്തോ യാതനാം മയി അഭക്ത കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി. 3 തരം ഏഷണകൾ നമുക്കുണ്ട്. വിത്തേഷണ, പുത്രേഷണ, ദാരേഷണ. ഈ ഏഷണകളാണ് ആഗ്രഹം. ഇതാണ് നമ്മളെ ഈ കുടുക്കുന്നത്, ഭഗവാനിലേക്കുള്ള ഭക്തിയിലേക്ക് പോകാൻ തടസ്സമായിരിക്കുന്നത്. ഹരിനാമകീർത്തനത്തെ എഴുത്തച്ഛനത് വിശദമായിട്ട് പറയത്തില്ലേ. ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവനുലകിൽ നിൻ തത്വമൊക്കെയത് അന്ധന് കാട്ടിയൊരു കണ്ണാടി പോലെ വരും. ഈ തത്വങ്ങളൊക്കെ കാവിലോ അല്ല ഏത് തത്വം പറഞ്ഞാലും അന്ധനെ കണ്ണാടി കാണിക്കുന്ന, ഒരു കുരുടനെ കണ്ണാടി കാണിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? ആർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബന്ധുക്കൾ അർത്ഥ ഗൃഹപുത്രാദി ജാലമതിൽ ബന്ധിച്ചവന്. ബന്ധനം ഒന്നും ഇല്ലാതാവണമെന്നല്ല പറയുന്നത്. ഭാര്യയും മക്കളും കുടുംബവും സ്വത്തൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിൽ ബന്ധിച്ചു പോയവൻ, ആ ശക്തി വന്നു പോയവനാണ് കുഴപ്പം. അതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കൊള്ളും. പക്ഷെ അതിൽ നമ്മൾ ആസക്തി കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഈ കാണുന്ന ഭഗവത് തത്വമൊക്കെ അന്ധനെ കുരുടനെ കണ്ണാടി കാണിക്കുന്നതാണ് കാണുന്നത്. അതിൽ പറയുന്നില്ല. അത് തന്നെ ഇവിടെയും ഭട്ടതിരിയും പറയുന്നത്. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ. ആ അന്നേരം ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? ഇവരിലുള്ള ഓരോരോ എന്താണ് ശക്തി. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? ബഹുലഹിംസാ സഞ്ചിതം. എന്ത് കൊള്ളരുതായ്മയും കാണിക്കും. ഹിംസകളൊക്കെ കാണിച്ചിട്ട് പണം ഉണ്ടാക്കും. എന്തിനു വേണ്ടിയാണ്? മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി. അതാണ് അഹഹ. അത് വളരെ കഷ്ടം തന്നെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. ബഹുല പലതരത്തിലുള്ള ഹിംസകൾ ചെയ്ത് അർത്ഥം സഞ്ചിതമാക്കും. അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത്, പണം ഉണ്ടാക്കും. ഉണ്ടെങ്കിലല്ലേ സൂഹിക്കാൻ പറ്റൂ. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കുടുംബത്തിന് വേണ്ടി. ഗൃഹസ്ഥനായി പോയി. അതുപോലായിട്ട് അന്നേരം ശക്തി വന്നു. അതാണ് കുടുംബം പ്രതിദിനമനുപുഷ്മൻ. നല്ല കാര്യം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവിടെ ഹിംസയൊക്കെ, കുടുംബം പോറ്റണം, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് ഏത് കൊള്ളരുതായ്മ കാണിച്ചല്ലല്ലോ കുടുംബം പുലർത്തേണ്ടത്. ഹിംസ ചെയ്തുകൂടാല്ലോ. മറ്റുള്ളവനെ ദ്രോഹിച്ചാണോ നമ്മളെ കുടുംബം പുലർത്തേണ്ടത്? അതുപോലൊക്കെ ചെയ്തു കളയും. ഈ പറഞ്ഞ പുത്രേഷണ, ദാരേഷണ, വിത്തേഷണ, ഇത് 3 വന്നു കഴിഞ്ഞാൽ അതാണ് അഹഹ ബഹുല ഹിംസാ സഞ്ചിതം എന്ന് വെച്ചാൽ അർത്ഥം സഞ്ചയിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ. കുടുംബത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ശ്രമിക്കും. നമ്മൾ ഇപ്പൊ രാമായണ മാസമാണല്ലോ. രത്നാകരനും പറ്റിയതല്ലേ. രത്നാകരൻ പിടിച്ചു പറയും ഹിംസ. എന്തിനാ? വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ. അങ്ങനല്ലേ സപ്തർഷികൾ വന്ന് പറഞ്ഞത്. നീ പോയി വീട്ടിൽ പോയി ചോദിക്കേ നിന്റെ ഭാര്യയോട്. എന്താ ചോദിക്കേണ്ടത്? നീ ചെയ്യുന്ന കൊള്ളരുതായ്മകളുണ്ടല്ലോ, അത് നിന്റെ ഭാര്യയും കൂടെ അനുഭവിക്കുമോ എന്ന് പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. രത്നാകരൻ പോയി ചോദിച്ചു ഭാര്യ എടുക്കുക, ഞാൻ നിങ്ങളെ ഇതുപോലൊക്കെയാണ് നിങ്ങളെ പോറ്റുന്നത്, അല്ല എനിക്കിതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായാൽ നിങ്ങളത് ഏറ്റെടുക്കുമോ
എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയാണ്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം, അല്ല ഭാര്യയോ മക്കളോ ഒന്നും അതും ഏക്കില്ല. അന്നേരം ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള കുഴപ്പം നമുക്ക് തന്നെയാ ഉണ്ടാകുന്നത്, മറ്റവർക്കുണ്ടാവില്ല. അതാ ഇവിടെ പറയുന്നത്, അഹക ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈർ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ. പോഷിപ്പിക്കാൻ എന്ത് ചെയ്യും? സ്ത്രീജിതോ ബാലലാളി. നേരത്തെ പറഞ്ഞ ഏഷണ സ്ത്രീ, ഭാര്യ, ഭാര്യയാൽ വിധേയനായവൻ, പിന്നെ ബാലലാളി, കുഞ്ഞുങ്ങൾക്കോട് വലിയ ഓമനത്വം. ഇത് രണ്ടും കൊണ്ടാണ് അവർക്കോട് നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയും മോശപ്പെട്ട പണികൾ ചെയ്ത് അവരെ സംരക്ഷിക്കാൻ നോക്കുന്നത്. അതാണ് സ്ത്രീജിതോ ബാലലാളി. കുഞ്ഞുനമ്പ്യാർ പറയത്തില്ലേ ഈ സ്ത്രീജിതന്മാരെ പറ്റി? കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ടവൾ കൊണ്ടുവാ എന്ന് കൽപ്പിക്കയും ശണ്ട കൂടിയിടുമെന്നു ഭയപ്പെട്ടു മണ്ടിത്തുടങ്ങും മുടങ്ങാതെ ആ ഒരു സ്ത്രീജിതത്വം ഒക്കെ വരുന്നത് നമുക്ക് ആപത്താണെന്ന് പറയാണ്. ബാലലാളി, പുത്രേഷണം, കുഞ്ഞുങ്ങളെ ലാളിക്കുക. അങ്ങനെയുള്ള ആളിനെ വിശദികി ഗൃഹസക്ത യാതനാം. അവന് യാതനകൾ ഒരുപാടുണ്ടാകും. ഈ പറഞ്ഞ നരകയാതന വരെ ഉണ്ടാകും. ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി കഴിഞ്ഞ് ആ കർമാവസാന സമയത്തും ഇതെല്ലാം അവിടെ പോയി അനുഭവിക്കേണ്ടി വരത്തില്ലേ? പുണ്യങ്ങളൊന്നും ചെയ്യാതൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പരലോകത്ത് പോയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെയുള്ള യാതനകളെല്ലാം അവന് അനുഭവിക്കണം. ആർക്ക്? മയ്യ അഭക്ത. ഇവിടെ ഈ മയ്യ അഭക്ത എന്ന് പറയുമ്പോൾ എന്നിൽ ഭക്തി ഇല്ലാത്തവൻ. ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഭഗവാനെയും കൂടെ കുറച്ച് കൂട്ടുപിടിച്ച് ചെയ്താൽ ചിലപ്പം കുറെ ഇതൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ അതല്ല. മയ്യഭക്തി എന്ന് വെച്ചാൽ എന്നിൽ ഭക്തി ഇല്ലാതെ ഈ മാതിരി അഹിംസകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവന് യാതനകൾ സംഭവിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. ഇതിനോടൊക്കെ ശക്തി പാടില്ല. ആദ്യം പറഞ്ഞത് തന്നെയാണ്, മനസ്സ് ഈ വിഷയ ഗുണങ്ങളിൽ ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബന്ധമായി പോവും, ബന്ധകൃതാവും. അത് ഒഴിയാൻ വേണ്ടിയാണ് പറയുന്നത്. വിശദികി ഗൃഹസക്തോ. വീണ്ടും ശക്തി ഉണ്ടോന്നുണ്ടല്ലോ. ഗൃഹത്തെന്ന് വെച്ചാൽ ഇവരുമായിട്ടൊക്കെയുള്ള ആ ഒരു ബന്ധത്തിൽ ശക്തി വന്നു കഴിഞ്ഞാൽ യാതനാം വിശദികി, ഒരുപാട് പ്രയാസങ്ങൾ അയാൾക്ക് അനുഭവിക്കേണ്ടി വരും. കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി. പ്രകാരം അമ്മയായ ദേവഹൂതിയോട് കപില ഭഗവാൻ ഉപദേശിച്ചു. അഹഹ ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്മൻ സ്ത്രീജിതോ ബാലലാളി വിശദിഹി ഗൃഹസക്തോ യാതനം മയി അഭക്ത. മയി അഭക്ത, എന്നിൽ ഭക്തിയില്ലവന്. അവന് മറ്റതിലൊക്കെയാ ഭക്തി, സ്നേഹം. അതുകൊണ്ട് ഈ പറഞ്ഞ യാതനകൾ ഒരുപാടുണ്ട്. ഇനി ഏഴാമത്തെ ചില അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളെ കൊണ്ട് വരുന്ന എന്തൊക്കെയാണെന്ന് ഇനി പറയുകയാണ്, സൂചിപ്പിക്കുക. അതായത് വീണ്ടും ഈ ബന്ധം വന്നു കഴിഞ്ഞാൽ, ബന്ധകൃതായി പോയാൽ വീണ്ടും ജനനം വേണം. പുനരപി ജനനം പുനരപി മരണം. ആ ഒരു ജനനം ഉണ്ടാകുന്നതിന് എന്തെല്ലാം പ്രയാസങ്ങളാണെന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത്. വീണ്ടും നമ്മളൊന്ന് ജനിക്കുക എന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമൊന്നുമല്ല. അതാണ് ഏഴാമത്തെ ശ്ലോകം. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവകളിതബോധ പീഠയോല്ലംഘ്യ ബാല്യം പുനരവിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി. അമ്മേ, ഒരു ബന്ധം ഒരു ജനനമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലേ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കണം. എന്താണ്? യുവതി ജഡരഖിന്നോ. ഒരമ്മയുടെ ഉദരത്തിൽ പോയി കിടക്കുന്ന പ്രയാസം നമുക്കറിയാമല്ലോ, അല്ലേ? അതൊക്കെ എളുപ്പമാണോ? ഇത്രയും 10 മാസം കിടന്ന്, അതെല്ലാം ഭാഗവതി വളരെ വിശദമായിട്ട് പറയുന്നുണ്ടേ. ഒരമ്മയുടെ ഉദരത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ. ശങ്കരാചാര്യരും ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞൊരു കൃതി രചിച്ചിട്ടുണ്ട്, മനോഹരമാ. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരമ്മയുടെ വയറ്റിൽ പോകുന്നത്. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. എന്താ? ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം. ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പാപം ബാധിക്കും നമ്മളെ. കലയതി കലുഷം മാതൃകുക്ഷവും സ്ഥിതം. ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പോയി വീണ്ടും കിടക്കേണ്ടി വരും. വിൺമൂത്രാമേധ്യമധ്യേ കൊതയതി നിതരാം ജാടരോ ജാതവേദ. എന്താ പറയാ? ഈ ജഡരാഗ്നി അമ്മയുടെ വയറ്റിൽ എന്തെല്ലാം എന്തെല്ലാമൊക്കെ ഉണ്ട്. അതിന്റെ നടുക്കെല്ലാം കിടക്കണം. വിൺമൂത്രാമേധ്യമധ്യേ വ്യഥയതി നിതരാം ജാടരോ ജാതവേദ. ഈ ജഡരാഗ്നിയും എല്ലാം കൂടെ ചേർത്ത് ഈ കുഞ്ഞിനെ എന്തെല്ലാം പ്രയാസപ്പെടുത്തും, അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ പറയും, അന്നുള്ള വേദന മറന്നതു നന്ന്.
ഇന്നുണർന്നാൽ ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ എന്നാ പറയുന്നത് അന്നത്തെ വേദന. രാമായണത്തിലും പറയുന്നുണ്ടത്. ആ അങ്ങനത്തെ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഭട്ടതിരി വളരെ ചുരുങ്ങി പറയാണ്, യുവതി ജഠരഖിന്നോ. അമ്മയുടെ ജഠരം എന്ന് വെച്ചാൽ വയറ്, ഉദരത്തിലിരുന്ന് ഖിന്നനായി ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇവൻ എന്ത് സംഭവിക്കും? ഒരു ബോധമൊക്കെ ഉണ്ടാകും. പഴയ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഒക്കെ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ, ഒരു കാര്യത്തിനൊരു കാരണം വേണമല്ലോ. അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു ബോധം ഉണ്ടാകും. എൻ്റെ കഴിഞ്ഞ പാപങ്ങളും ഒക്കെ മനസ്സിൽ വരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എനിക്ക് ഈ അനുഭവം. അതാണ് യുവതി ജഡരഖിന്നോ ജാതബോധ. ബോധം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നൊക്കെയുള്ള ആ ബോധമൊക്കെ ഉണ്ടായി. അപ്പി എങ്കിലും അകാണ്ടേ പ്രസവകളിത ബോധ. അതാ കുഴപ്പം. ആ സമയത്ത് വയറ്റിൽ കിടക്കുമ്പോൾ ഈ വേദനയുടെ കാഠിന്യം കൊണ്ടും ഒക്കെയുള്ള പൂർവ്വസ്മൃതിയെ കൊണ്ടാകും ഈ കുഞ്ഞിന്. പക്ഷേ ഗളിതബോധം, ആ ബോധം അങ്ങ് പോകും. എപ്പോഴാണ്? ഈ പ്രസവം കഴിയുമ്പോൾ, പുറത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് ഈ കഴിഞ്ഞ മുൻ ജന്മങ്ങളിലോ കാര്യങ്ങളെല്ലാം മറന്നു പോകും. വയറ്റിൽ കിടക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മയുണ്ട്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടായിരിക്കണം ഈ 10 മാസം കിടക്കുന്നത്. ഇതാണ് ജാതബോധോ അഭി. ബോധം അന്നേരം ഉണ്ടാകുന്നെങ്കിലും അകാണ്ടേ പെട്ടെന്ന് തന്നെ പ്രസവഗളിത ബോധ. പ്രസവം ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ ബോധം ഗളിതമായി പോയി. ബോധം പോയി, നേരത്തെ കിട്ടിയ ബോധമൊക്കെ. പീഠയോല്ലംഘ്യ ബാല്യം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാല്യകാലം എന്തൊക്കെയാണ്, അതൊക്കെ ശങ്കരാചാര്യരുടെ ശിവാപരാധക്ഷമാണസത്തുണ്ട്. ബാല്യേ ദുഃഖാതിരേകോ മലലുളിതപുസ്തന്യപാനേ. മനോഹരമായ ഒരു സ്തോത്രം അത് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പീഠയോല്ലംഘ്യ ബാല്യം. ഒരു ബാല്യമൊക്കെ കഴിച്ചെടുക്കാൻ എന്തെല്ലാം പ്രയാസങ്ങൾ. അതിൻ്റെ വേദന, പാല് കുടിക്കണം, ആരുടെയൊക്കെ പറയും, പറയാനുള്ള കഴിവില്ല. പക്ഷേ പിന്നെ ഓരോ മൂട്ടയും കൊതുവും എല്ലാം കട്ടിക്കുമ്പോൾ ഈ കുഞ്ഞൊക്കെ എന്ത് ബുദ്ധിമുട്ടണം. അതാണ് പീഠയോല്ലംഘ്യ ബാല്യം. ആ ശൈശവമൊക്കെ ഇങ്ങനെ പീഡയോടുകൂടി കഴിഞ്ഞുകൂട്ടി. പുനരഭിഭേദമുഹ്യത്യേവ താരുണ്യകാലേ. തരുണാവസ്ഥയാണ് ഏറ്റവും മനോഹരം. ഇതെല്ലാം പ്രയാസങ്ങളൊക്കെ ഇല്ലേ? ഒരു യുവാവിന് തന്നെ എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകണം. ഒരു ജോലിയൊക്കെ കിട്ടുന്നിടം വരെ എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം പ്രയാസങ്ങളാണ് അല്ലേ? അതാണ് പുനരഭിഭത മുഹ്യതി, മോഹിക്കുന്നു, ഏവ തന്നെ താരുണ്യകാലേ. പിന്നൊരു കല്യാണം കഴിക്കും, പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട്. പിന്നെ ഏതായാലും നമ്മുടെ സംസാര ജീവിതം ദുഃഖജടിലമാണെന്ന് പറയുകയാണ്. ഇതെല്ലാം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം. ആ കർമ്മത്തിന്റെ പ്രസംഗം, അതായത് വിഷയ സംഘം കൊണ്ടുണ്ടായ കർമ്മം കൊണ്ടാണ് ഈ കലുഷം കലയതി, പാപം ബാധിക്കുന്നത്. അതുകൊണ്ട് യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ. ജാതബോധ അപി അകാണ്ഡേ പ്രസവഗളിതബോധ. ബോധം ഗളിതമായി പ്രസവം കഴിഞ്ഞ ഉടനെ. പീഠയോല്ലംഘ്യ. പീഠയാ ഉല്ലംഘ്യ. ഉല്ലംഘ്യ എന്ന് വെച്ചാൽ അതിജീവിച്ച്. പീഠമുണ്ട്. എന്താണ്? ബാല്യം കഴിച്ചു കൂട്ടി, കുറെ കഷ്ടപ്പാടോടുകൂടി പീഡകളൊക്കെയായി. പുനരഭി, പിന്നെയും ബത കഷ്ടം. മുഹ്യതീയേവ, മോഹിക്കുന്നു. എവിടെ? താരുണ്യകാലേ. ഇതേ അനുഭവം തന്നെ ജ്ഞാനത്തിൽപ്പെട്ടിരിക്കുകയാണ്. താരുണ്യകാലേ കപിലതിനുദിത്വം ദേവകൂത്യൈനകമേ. അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭഗവത് സ്മരണ നിരന്തരം നിലനിർത്തുക. അതൊക്കെ ഉള്ളു ഇതിൽ നിന്ന് മാറാനുള്ള ഒരേ ഒരു മാർഗം. ശങ്കരാചാര്യരും അതൊക്കെയല്ലേ പറഞ്ഞ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുകുർജിങ്കരണേ. നിന്നെ ഒന്നും രക്ഷിക്കാൻ പോകുന്നില്ല. മരണസമയത്ത് കാലം വന്ന് വിളിക്കുമ്പോൾ നിനക്ക് ഈ ഗോവിന്ദ ഭജനം മാത്രമേ രക്ഷയുള്ളൂ. നീ പഠിച്ച ശാസ്ത്രമൊന്നും നിന്നെ രക്ഷിക്കാൻ കാണുകയില്ല. അതെല്ലാം പോയി. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവസാനം നമ്മുടെ ഗതിക്ക് ഭഗവാനെ തന്നെ സ്മരണം പ്രാപിക്കണം. അവിടെ തന്നെ ചെല്ലുമ്പോഴും കാലൻ തന്നെ നമ്മൾ ചെയ്ത ഈ പുണ്യ കുഴപ്പത്തിനെല്ലാം അവിടെ ശിക്ഷ വിധിക്കാൻ വരുമല്ലോ ന്യായാധിപനായിട്ടില്ലേ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുട സമ്പൂർണ്ണ ലിഖിത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അമ്പോരുഹാക്ഷ എന്ന് വിളിക്കുന്നുണ്ടോ? ആ സമയത്ത് ഭഗവത് സ്മരണ ഉണ്ടായാൽ കുറെയെങ്കിലും രക്ഷപ്പെടും.
ചെയ്ത പാപങ്ങൾക്കൊക്കെ ആ ശിക്ഷയ്ക്കൊരു ഇളവ് കിട്ടും. അതാണ് ഞാൻ ചെയ്ത പാപമൊക്കെ എടുത്തിട്ട് ഈ ധർമ്മപതി കാലൻ തൻ്റെ ശിക്ഷ വിധിക്കാൻ നോക്കുമ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ മനസ്സിൽ തെളിയണമേ. കാരണം ആ സമയത്തെങ്കിലും എനിക്ക് വേറെ ആരും ആശ്രയമില്ല, ബന്ധുക്കളില്ല, ബലവും ധനവും നിനക്ക് അവിടെ ഒന്നും വേറെ ഇല്ല, ഈ ഗുരുവായൂരപ്പ മാത്രമേ ശരണമുള്ളൂ എന്ന് പറയുക. പുനരവിപത മുഖ്യതീയേവ താരുണ്യകാലേ, തരുണാവസ്ഥയിലും കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. മനസ്സിലാവുന്ന ശ്ലോകങ്ങളാണ്, വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ കപിലം കുറെ വിശദമായിട്ടുണ്ടേ. അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാം, അതിൻ്റെ എളുപ്പമുള്ള ഭാഗങ്ങൾ മാത്രം, അല്ലാതെ അതിൻ്റെ ഒരു സംജ്ഞകളിലോട്ടൊന്നും മറ്റു വിശദമായിട്ട് പോകണില്ല. യുവതി ജഡരഹിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരവിപത മുഹ്യത്യേവ താരുണ്യകാലേ മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ നഗാതി. ഇനി പറയുന്നത്, നമ്മൾ കുറെ പുണ്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കാമെന്ന് വെച്ചോ, ഈ വിഷയത്തിന്റെ നടുക്ക് ജീവിക്കുന്നുണ്ട് കുറെ ചിലർ, പുണ്യകർമ്മങ്ങളൊക്കെ ഈ വിഷയങ്ങൾ കൊണ്ട് ചെയ്യുമല്ലോ, അവരുടെ ഗതിയാ പറയുന്നത്. പിതൃസുരഗണയാജീ ധാർമ്മിയോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാത്വാപഗാമി മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. നേരത്തെ പറഞ്ഞത് ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈർ ഗുണം, അവരുടെ കാര്യം പോക്കാം അല്ലെ, എല്ലാവിധ ഹിംസകളും ചെയ്ത് ജീവിക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്നത്. ഇനി പുണ്യം ചെയ്ത് ജീവിച്ചാലും പ്രശ്നമാ. എന്താ പറയുന്നത്? പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ. ഗൃഹസ്ഥൻ, ഏതൊരു ഗൃഹസ്ഥനാണോ ധാർമ്മികൻ, വളരെ ധാർമ്മികനായാള് ചെയ്ത എന്താണ്? പിതൃസുരഗണയാജി, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന പിതൃക്കൾക്ക് യജ്ഞം ചെയ്തു കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ. ബാഹുബലിയെല്ലാം പോയിടും, പിതൃക്കൾക്ക് ചെയ്യും, പിന്നെ അവർ ജീവിച്ചിരിക്കുമ്പോഴും ഒക്കെ ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ എന്നും പോയി വിളക്ക് കത്തിക്കുക, അമ്പലത്തിൽ പോവുക, എല്ലാം നമ്മൾ ചെയ്ത് പുണ്യരീതിയൊക്കെയാണ് ജീവിക്കുന്നത്. അതാണ് പിതൃസുരഗണയാജി, യജിക്കുന്നവൻ, യജ്ഞം ചെയ്യുന്നവൻ. പറഞ്ഞ പിതൃയജ്ഞം, ദേവയജ്ഞം, എല്ലാ യജ്ഞങ്ങളും പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇയാള്. ധാർമ്മികനാണ്. ഏതൊരു ഗൃഹസ്ഥനാണോ സജ നിപതതി കാലേ ദക്ഷിണാത്വാപഗാമി. പിന്നെ രണ്ട് മാർഗങ്ങളുണ്ടെന്ന് ഗീത പറയുമല്ലോ, ദക്ഷിണമാർഗവും ഉത്തരമാർഗവും. അതായത് ദക്ഷിണായനവും ഉത്തരായനവും പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൽ പോകുന്നവരുടെ ഗതിയാണ് ഈ പുണ്യം ചെയ്തവർ പോകുന്നത്. ദക്ഷിണാത്വാപഗാമി, ദക്ഷിണമാർഗ, അത്വ എന്ന് വെച്ചാൽ വഴി, ആ ദക്ഷിണമാർഗത്തിൽ കൂടി ഗമിക്കുന്നവരാണ്. അവർക്കും ഈ ചന്ദ്രലോകം വരെ, സ്വർഗലോകത്തൊക്കെ അവർക്ക് പോവാം അവർ ചെയ്ത പുണ്യത്തിന്റെ. പക്ഷേ ആ പുണ്യം തീരുമ്പം തിരിച്ചു വരണം. അതാണ് കുഴപ്പം. തേതം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. വന്നേ പറ്റൂ. നമ്മളിവിടെ പുണ്യം ഒക്കെ ഒരുപാട് ചെയ്തെങ്കിലും ഈ പുണ്യങ്ങളെ അനുഭവിക്കുന്നത് സ്വർഗലോകത്ത് പോയി അനുഭവിക്കാം, കുറേയൊക്കെ അനുഭവിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി നല്ല സമൃദ്ധമായിട്ടൊക്കെ ഭക്ഷണം കഴിച്ച് കാശില്ലെന്ന് പറഞ്ഞാൽ പുറത്തിറക്കത്തില്ലേ. അതുപോലെ കാശുള്ള സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാം. അതാണ് വിറ്റൂണെന്ന് പൂന്താനം പറയുന്നത്. വിറ്റൂണ് എല്ലാം വിറ്റിട്ട് പോയി സമൃദ്ധമായിട്ട് കഴിയുക. പക്ഷേ കാശ് തീരുമ്പോൾ എന്ത് ചെയ്യും? പട്ടിണി കിടക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ, അവനും നിപതതി കാലേ, കാലം കഴിയുമ്പോൾ തിരിച്ചു വരും. ദക്ഷിണാത്വാപഗാമി, അവൻ ദക്ഷിണമാർഗത്തിൽ പോവുകയാണ്. ആ മാർഗമൊക്കെ ഭഗവത്ഗീതയിലൊക്കെ പറയത്തില്ലേ. അതാണ് ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത എന്ന് പറയും. ആ സ്വർഗത്തിലൊക്കെ പോയിട്ട് ആ യോഗി തിരിച്ചു വരണമെന്നൊക്കെ ഉള്ള നിബന്ധനയാണ് ഈ ദക്ഷിണമാർഗത്തിൽ പോകുന്നത്. ആ കാര്യം ഇവിടെ പറയുന്നത് അത് പുണ്യം ചെയ്തവരുടെ പണിയാണ്. നമുക്ക് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ എന്താണ് മാർഗം? മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം, അതാണ് വേണ്ടത്, കർമ്മയോഗം. എന്നിൽ അർപ്പിച്ച് മറ്റു ഫലകാംക്ഷയൊന്നും ഇല്ലാതെ കർമ്മം ചെയ്യണം. അതാണ് മയി നിഹിതം, എന്നിൽ അർപ്പിതമായി അകാമം കർമ്മ. അത്ര എളുപ്പമാണോ? ഭഗവത് സമർപ്പണമാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യണം, ഒരു കാമവുമില്ലാതെ. അതാണ് പറയുന്നത്. മയി നിഹിതം അകാമം കർമ്മതു ഉദക്പദാർത്ഥം. അത് പോയി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഉദക്പദാർത്ഥം. ഉദക്പദാർത്ഥം എന്ന് വെച്ചാൽ വടക്കൻ വഴി. അവിടെ പോയാൽ തിരിച്ചു വരവില്ല. യം ഗത്വാ ന നിവർത്തന്തേ, അതാണ് അതിന്റെ ഗുണം.
അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ല. അന്നേരം ഈ ഉദക് പദാർത്ഥത്തിൽ പോകുന്ന, അതായത് ഉത്തര വടക്കൻ വഴി കൂടെ പോകുന്നതിന് എന്ത് ചെയ്യാണ് മാർഗം? മയി നിഹിതമകാമം കർമ്മ, എന്നിൽ അർപ്പിതമായിട്ട് കാമമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുക, ആഗ്രഹങ്ങളൊന്നും അവനില്ല, നിക്ഷിപ്തങ്ങളായ സ്വധർമ്മം അനുഷ്ഠിക്കുക, അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക. അതല്ലേ ഗീത പറയുന്നത്, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഇത്രയേ ഉള്ളൂ. നിന്റെ ഈ കർമ്മങ്ങളെല്ലാം നിന്റെ ജീവിതയാത്രയിൽ നീ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നോ അതെല്ലാം കുരുഷ്വ മദർപ്പണം, എൻ്റെ അർപ്പണമായിട്ട് ചെയ്യണം. ആ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഈ വടക്കം വഴിക്ക്. അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി, അതായത് ഭഗവാനിൽ അർപ്പിതമായി നമ്മുടെ ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് എല്ലാം മാലിന്യങ്ങളും പോയി, നമുക്ക് പിന്നെ വാസനകളില്ല. മാലിന്യം എന്ന് വെച്ചാൽ വാസനയാണ്. വാസന ഉണ്ടെങ്കിൽ തിരിച്ചു വരണം, ഇല്ലേ? വാസന ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാനാ? ഭഗവാനെ തന്നെ ലയിക്കും. അതാണ് പറയുന്നത്. സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്നുഴലുന്നതില്ല നൂനം. സർവം വിടണം, ഈ കംപ്ലീറ്റ് വാസന അത് വിടുന്നതിനാണ് ഈ പറയുന്ന പണികൾ ചെയ്യുന്നത്. എന്താണ്? മയി നിഹിതം അകാമം കർമ്മ, കർമ്മയോഗം അനുഷ്ഠിക്കാനായിട്ടാണ് കപില ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു കൊടുക്കുന്നത്. മയി നിഹിതം അകാമം കർമ്മതൂ ഉദക് പദാർത്ഥം. ഉദക് പഥ, പഥ എന്ന് വെച്ചാൽ വഴി, നേരത്തെ പറഞ്ഞ അഥവാ പോലെ വഴിക്ക് വേണ്ടി പോവും. വടക്കൻ വഴി യാത്രയായിരിക്കും ഈ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർ. അല്ലാത്ത പുണ്യകർമ്മം ചെയ്യുന്നവർ തെക്കൻ വഴി പോയിട്ട് ആ പുണ്യം തീരുമ്പോൾ തിരിച്ചു വരണം. മനസ്സിലായല്ലോ? പിതൃസുരഗണയാജീ ധാർമ്മിയോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാത്വാപഗാമി മയി നിഹിതമകാമം കർമ്മധൂതക് പദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാതി. അമ്മയായ ദേവഹൂതിയോട് ആ കപില ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഇവിടെ ഉപദേശം തീർന്നു. അത്രയേ ഉള്ളൂ. പിതൃസുരഗണയാജീ ധാർമ്മിയോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാത്വാപഗാമി മയി നിഹിതം അകാമം കർമ്മതൂതക് ഉദക് പദാർത്ഥം. ഉദക് പദ, പദ എന്നുള്ള അർത്ഥം വഴിയ. ഉദക് പദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാതി. 9ാമത്തെ ശ്ലോകം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരദാസവോ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. എല്ലാ ഉപദേശങ്ങളും കഴിഞ്ഞ് അമ്മയെ സന്തുഷ്ടയാക്കിയിട്ട് കപില ഭഗവാൻ യാത്രയാവുന്ന രംഗമായത്. ഇതി സുവിദിതവേദ്യാം ദേവ ഹേ ദേവഹൂതിം. സുവിദിത വേദ്യാം, വേദ്യാം സുവിദിതം. വേദ്യം എന്ന് വെച്ചാൽ അറിയേണ്ട കാര്യങ്ങൾ. നമ്മളിവിടെ അറിയേണ്ട കാര്യങ്ങളല്ലല്ലോ പലതും അറിയുന്നത്. ഇവിടെ ദേവഹൂതി അറിയേണ്ട കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി. അതാണ് സുവിദിത വേദ്യാം. കപില ഭഗവാൻ പറഞ്ഞു കൊടുത്ത ആ അറിയേണ്ട കാര്യങ്ങളെല്ലാം ദേവഹൂതിക്ക് നല്ലപോലെ പിടികിട്ടിയെന്ന്. അതാണ് ഇത് ഇപ്രകാരം സുവിദിത വേദ്യാം, അറിയേണ്ടത് അറിഞ്ഞവളായ ഹേ ദേവഹൂതിയും, ആ ദേവഹൂതി അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ദേവ. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിം. അമ്മ ഇങ്ങനെ മകന്റെ, ഇപ്പം ഗുരുശിഷ്യ ബന്ധമായി അമ്മയും മകനുമായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. കപില ഭഗവാൻ സാക്ഷാൽ ഗുരുവും ദേവഹൂതി ശിഷ്യയുമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മ നുതി സ്തുതിച്ചെന്ന് പറയുന്നത്. കപിലന്റെ സ്തുതി നല്ലതാണ്. ദേവഹൂതിയുടെ സ്തുതി ആ കപില ഭഗവാനെ സ്തുതിക്കുന്നത്. അതാണ് കൃതനുതിം. ആ സ്തുതിയൊക്കെ ചെയ്ത് നിൽക്കുന്ന അമ്മയെ അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിക്കുക. എല്ലാ തത്വോപദേശവും കൊടുത്ത് ആ അനുഗ്രഹവും ദേവഹൂതിക്ക് കിട്ടിയെന്ന് പറയുകയാണ്. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിം. അത് ദേവഹൂതിയുടെ വിശേഷണമാണ് കൃതനുതിം. സ്തുതി ചെയ്ത് നിൽക്കുന്ന അനുഗൃഹ്യ ത്വം ഗുരുവായൂരപ്പൻ ഗതോ ത്വമ്മയുടെ കപില ഭഗവാനായ ഗുരുവായൂരപ്പൻ. അതാണ് ത്വം യോഗി സംഘൈർ ഗതഹ. ആ സമയത്ത് യോഗിമാരൊക്കെ വന്നവിടെ. അവരോടൊപ്പം അദ്ദേഹം പോയി. ഈ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് എന്ത് സുഖമായിട്ട് പോയി. എല്ലാ തൻ്റെ കർമ്മം തീർന്നു. നേരത്തെ പറഞ്ഞ കണക്ക് ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരിയ ശോഭനമല്ല ജീവിതം. അവരിന് മനസ്സിലായി എൻ്റെ കർമ്മം കഴിഞ്ഞിന് ഇനി പിരിയേണം അരങ്ങി നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ എന്ന് പറഞ്ഞ പോലെ അമ്മയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് കപില ഭഗവാൻ ഇവിടുന്ന് പോയി. യോഗി സംഘൈ,
യോഗിമാരുടെ സമൂഹവുമായിട്ട് വിമലമതി. ഇനി ദേവഹൂതിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാണ്. വിമലമതിയായി കപില ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് മനസ്സിനൊക്കെ ശുദ്ധിയായി അസൗ അവൾ, ഈ ദേവഹൂതി, ഭക്തിയോഗേന മുക്ത. അതാണ് ഭക്തിയോഗം കൊണ്ട്, ആ ഗുരുവായൂരപ്പനിലുള്ള ആ ഭക്തിയുടെ ആ ഒരു ചേർച്ച കൊണ്ട് മുക്തയായി, മോചിതയായി. ഈ പറഞ്ഞ ഭക്തി ശരിക്കും ഉറച്ച് ദേവഭൂതിക്ക് മഭിജനഹിതാർത്ഥം ഭക്തസേ പ്രാഗുദീച്യാം. അങ്ങനെ ഈ കപില ഭഗവാൻ പോയെങ്കിൽ ഇപ്പോഴും കപില ഭഗവാൻ ഈ വടക്ക് കിഴക്കേ ദിക്ക്, അതാണ് പ്രാഗുദീച്യാം. പ്രാഗ് വടക്ക്, കിഴക്ക്. ആ വടക്ക് കിഴക്കൻ ദിക്കിൽ ഈശാന കോണിൽ തന്നെ കപില ഭഗവാൻ ഇപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം വായിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. നമ്മളെല്ലാം ഈ കാവ്യം ശരിക്കും പഠിച്ചോളണം. അതാണ് ത്വമപി, അങ്ങും ദേവഹൂതി വിമലമതിയായിട്ടായി, ത്വമപി അങ്ങും ജനഹിതാർത്ഥം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ വടക്കൻ ദിക്കിൽ ഇപ്പോഴും വർത്തിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം നമ്മൾ ഈ വായിക്കുന്ന പഠിക്കുന്ന എല്ലാം കപില ഭഗവാൻ കേട്ടോണ്ടിരിക്കുക. തന്റെ ആ സ്വമതം, താൻ പറഞ്ഞ ആ കാപില മതം. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിം അനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈ. യോഗിസംഘങ്ങൾ മൊത്ത്, അതാണ് യോഗിസംഘൈ. വിമലമതി അസൗ വിമലമതി, ഈ വിമലമതിയായിരിക്കുന്ന ദേവഹൂതി അതാ പിന്നീട് ഭക്തിയോഗേന മുക്ത, ജീവൻ മുക്തയായി മാറി. അല്ലേ? ഇവിടെ വെച്ച് തന്നെ അല്ലേ ഭഗവാൻ പറയുന്ന ഇഹൈവത്തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന. മരിക്കണമെന്നില്ല. ആരുടെ മനസ്സാണോ സമനിലയിലെത്തിയത്, ഈ ഭക്തിഭാവം കൊണ്ട് ദേവഹൂതിയുടെ മനസ്സ് സമനിലയിലെത്തിയത് കൊണ്ട് ജീവൻ മുക്തയായി മാറി. ശരീരമുണ്ട്, പക്ഷെ എല്ലാ ബന്ധങ്ങളും പോയി. മനസ്സിൽ യാതൊരു വിധമായ വാസനാഭ്രമവും ദേവഹൂതിക്കില്ല. അതാണ് മുക്ത എന്ന് പറയുന്നത്. ത്വമഭിജനഹിതാർത്ഥം, അങ്ങ് വീണ്ടും ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വർത്തസേ പ്രാഗുദീച്യാം. 10ാമത്തെ ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിക്കുക. പരമകിമുബഹൂത്യ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം. പരമകിമുബഹൂത്യ, പരമ ലയോ പരമാത്മാ സ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, ബഹൂത്യ, ഉക്തി എന്ന് വെച്ചാൽ വാക്ക്. ഇനി ഞാൻ എന്തിനാണ് കൂടുതൽ പറയുന്നത്, എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇത് പട്ടതിരി പറയുന്നതാണ്. പരമകിമു ബഹൂത്യ ത്വത്പദാംബോജ ഭക്തി, അങ്ങയുടെ ഈ പാദാംബുജത്തിലുള്ള ഭക്തി ഉണ്ടല്ലോ ഗുരുവായൂരപ്പന്റെ, അത് സകല ഭയവിനേത്രയും, എല്ലാ ഭയങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ജീവിത ഭയങ്ങളെല്ലാം ഇല്ലാതാക്കും. ഏത് തരത്തിലുള്ള ഭയവും, എല്ലാം ഭയമല്ലേ ഉള്ളൂ, എല്ലാത്തിലും ഭയമാണ്. മരണത്തെ ഭയം, എല്ലാത്തിലും ഭയം, അതെല്ലാം ഇല്ലാതാക്കുന്നതാണ്. സകല ഭയവിനേത്രയും സർവകാമോപനേത്രയും, അല്ലേ? അതും കിട്ടും. ധർമ്മീയമായിട്ടുള്ള കാമങ്ങളെല്ലാം, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമങ്ങളൊക്കെ നമുക്ക് നേടി തരികയും ചെയ്യും ഭഗവാന്റെ ഭക്തി. രണ്ടും വേണം. നമ്മളിവിടെ ഇഹലോക വാസം സുഖകരമായിട്ട് പോകണമെങ്കിൽ നമുക്ക് കാമമൊക്കെ ഉണ്ടല്ലോ. കാമമില്ലാതെ ആർക്കാ ഉള്ളത്? അത് ധർമാവിരുദ്ധോ കാമോ ഞാനാണെന്ന് ഭഗവാൻ പറയത്തില്ലേ? ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാൻ തന്നെയാണ്. കാമമില്ലാന്ന് പറഞ്ഞ് ജീവിക്കണ്ട. കാമം വേണമെന്ന് തന്നെയാ പറയുന്നത്, പക്ഷെ ധർമ്മത്തിന് വിരുദ്ധമാവരുത്. അങ്ങനെയുള്ള കാമത്തെ എല്ലാം ഞാൻ നിനക്ക് നേടിത്തരും ഈ ഭക്തി കൊണ്ട്. പരമകിമു ബഹൂത്യ, എന്തിനേറെ പറയുന്നു, ത്വത്പദാംഭോജ ഭക്തിയും, അങ്ങയുടെ പാദകമലത്തിലുള്ള ഈ ഭക്തി ഉണ്ടല്ലോ, അത് സകല ഭയവിനേത്രിയും, എല്ലാ തരത്തിലുള്ള ലോകഭയങ്ങളെയും ഇല്ലാതാക്കുകയും സർവകാമോപനേത്രിയും, അല്ലേ? അതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയത്തില്ലേ ഭഗവാൻ. അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാന്റെ ഗീതയിലെ പ്രഖ്യാപനം ഇതാണ്. അവരുടെ യോഗക്ഷേമം, യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കിക്കൊള്ളും ആ ഉത്തമ ഭക്തന്റെ. നമ്മളതിനെ ഓർത്ത് വിഷമിക്കേണ്ട. അതാണ് ഇവിടെ സകല ഭയവിനേത്രയും വദസി ഖലു ദൃഢം ത്വം. ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഉറപ്പിച്ച് പറയാണ്. ഗീതയിലും അല്ലാത്തതിലും എല്ലാം ഭഗവാൻ പറയുന്നതാണ്, എൻ്റെ ഭക്തി ആണ് ഏറ്റവും വലുത്, അല്ലേ? എൻ്റെ ഭക്തൻ നമേ ഭക്ത പ്രണശ്യതി എന്നൊക്കെ പറയത്തില്ലേ? എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ലെന്നൊക്കെ ഗീത ആവർത്തിച്ച് പറയും, അല്ലേ? അതാണ്
വദസി ഖലു ദൃഢം ത്വം, അങ്ങ് ദൃഢമായിട്ട് തന്നെ ഇക്കാര്യം പറയുന്നു. തദ്വിധു യാമയാൻമേ, എൻ്റെ ഈ ആമയങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണേ ഭഗവാനെ. തതെന്ന് വെച്ചാൽ അതുകൊണ്ട്, കാരണത്താൽ അങ്ങ് ഇത് ഉറപ്പിച്ചു പറയുന്നല്ലോ, ഞാനൊരു ഭക്തനായിട്ടാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നതേ. അതുകൊണ്ട് എൻ്റെ ഈ ആ, എന്താണ് ആമയം, ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറ്റണേ, അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റണേ ഭഗവാനെ. ഗുരുഭവനപുരേശ, ദയോ ഗുരുഭവനപുരേശ, തൊയ് ഉപാദൽ സ്വഭക്തി, അങ്ങയിലുള്ള ഭക്തി എനിക്ക് ഉണ്ടാക്കി തരണേ. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ആ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സാധിക്കും. സർവകാമോപനേത്രി എന്ന് പട്ടം എനിക്കറിയാം. അതുകൊണ്ടാണ് തൊയ് ഉപാദൽ സ്വഭക്തി, അങ്ങയുടെ ഭക്തി എനിക്ക് ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെയും പ്രാർത്ഥന ഏതായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഴുത്തച്ഛനതാ പറഞ്ഞത്, ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരി. അതാണ് നമ്മുടെയും പ്രാർത്ഥന. ഭഗവാനിലുള്ള ആ ഏകാന്ത ഭക്തി എന്നിൽ ഉണ്ടാക്കി തരണേ. ബാക്കി കാര്യമെല്ലാം ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയും, ഞാൻ തന്നെ നോക്കിക്കൊള്ളൂ എന്ന് പറയും. ഇതാണ് ഈ ദശകത്തിന്റെ 10ാമത്തെ ശ്ലോകം. പരമഹിമുബഹൂത്യാദോത്പദാംഭോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം പദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുഭവനപുരേശ തൊയ്യുപാതൽ സ്വഭക്തിം. ഞാൻ നിലപ്പോ ഒന്ന് ചൊല്ലാം, എല്ലാവരും ഒന്ന് കേട്ടോണ്ട് തന്നിട്ട് നമുക്ക് സംശയത്തിലേക്ക് പോകാം, സമയമുണ്ട്. കപിലോപദേശം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷസക്താതു അമൃതകൃതുപരുന്തേ ഭക്തിയോഗസ്തു സക്തി മഹദനുഗമലഭ്യാ ഭക്തിരേവേത്ര സാധ്യ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവിഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുപജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. മമ ഗുണഗണലീലാകർണനൈർകീർത്തനാദ്യൈ മയി സുരസരിതോക പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈർ കുടുംബം പ്രതിദിനമനുപുഷ്മൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനം മയ്യ ഭക്ത കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഖ്യത്യേവ താരുണ്യകാലേ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. പിതൃസുരഗണയാജീ ധർമ്മിയോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണത്വപഗാമി മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദി. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. പരമകിമുബഹൂത്യാദോത്പദംഭോജ ഭക്തി സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം പദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുഭവനപുരേശ തൊയ്യുപാതൽ സ്വഭക്തിം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം, സംശയം ചോദിക്കാം.